السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ പള്ളി പുനർനിർമ്മാണം നടന്നതിന് ശേഷം അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പരിപാടി എന്ന നിലക്ക് ഞാൻ പ്രത്യേകിച്ചും പലപ്പോഴും കയറി നിസ്കരിക്കുന്ന, പലപ്പോഴും ഇവിടെ ഇറങ്ങാറുള്ള ഒരു സ്ഥലവും ഇതിൻ്റെ പ്രവർത്തകന്മാരും ബന്ധപ്പെട്ട ആളുകളുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനും ആയതുകൊണ്ട് ഉദ്ഘാടന സമയത്ത് വിദേശത്തായതിനാൽ ഈ പരിപാടിയുടെ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി ഇവിടെ പങ്കെടുക്കുക എന്നത് മാത്രമേ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ട്രെയിനിന് ആലപ്പുഴയിലേക്ക് പോകണം. അതിനിടയിൽ ചുരുങ്ങിയ സമയം നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഭവനമാണ് പള്ളി എന്ന് നാം എല്ലാവരും പറയാറുണ്ട്. അല്ലാഹുവിന് ഭവനത്തിന്റെ ആവശ്യം ഇല്ല. അല്ലാഹു ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്. അപ്പോൾ അവന് വീട്ടിന്റെ ആവശ്യം ഇല്ല. സ്ഥലങ്ങളെയും വസ്തുക്കളെയും എല്ലാം അല്ലാഹു സൃഷ്ടിച്ചതാണ്. സൃഷ്ടാവായ റബ്ബിന് യാതൊന്നിന്റെയും ആവശ്യം ഇല്ല. അപ്പോൾ പിന്നെ അല്ലാഹുവിന്റെ ഭവനം എന്ന് പള്ളികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ ഫീ ബുയൂത്തിൻ അദനല്ലാഹു അൻ തുർഫഅ വയുദ്കർ ഫീഹ ഇസ്മുഹു എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വീടുകൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കഅബ ശരീഫിനെ സംബന്ധിച്ചും ബൈത്തുല്ലാഹി അല്ലാഹുവിന്റെ വീട് എന്നാണ് പറയാറുള്ളത്. കഅബ ശരീഫാണ് ഒന്നാമത്തെ ഭവനം. ആ കഅബയിലേക്ക് ചേർത്തുകൊണ്ടുള്ളതാണ് ബാക്കിയുള്ള എല്ലാ പള്ളികളും. ഈ പള്ളിയും ലോകത്ത് എല്ലാ പള്ളികളും കഅബയിലേക്ക് തിരിച്ചു നിർമ്മിക്കപ്പെടുന്നതാണ്. അല്ലാഹുവിന് ഭവനത്തിന്റെ ആവശ്യം ഇല്ല എന്ന് വരുമ്പോൾ പിന്നെ എന്തിനാണ് അല്ലാഹുവിന്റെ ഭവനം എന്ന നിലക്ക് നാം പള്ളികൾ നിർമ്മിക്കുന്നത്? അത് അല്ലാഹുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഒരാളുടെ വീട്ടിൽ ചെന്ന് ഒരു കാര്യം സമർപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അംഗീകാരമാണ്, ഏറ്റവും വലിയ അംഗീകാര്യത ലഭിക്കാനുള്ള കാരണമാണ്. അതുകൊണ്ട് സൃഷ്ടികളായ നമുക്ക് സൃഷ്ടാവിന്റെ ഭവനത്തിൽ ചെന്ന് വിഷയങ്ങൾ സമർപ്പിക്കുക എന്ന അംഗീകാരം ലഭിക്കാൻ വേണ്ടി അല്ലാഹു നമുക്ക് അവന്റെ ഭവനം എന്ന പേരിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ നമ്മെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ഭവനങ്ങൾ നാം പടുത്തുയർത്തുന്നത്. അല്ലാഹുവിന്റെ ഭവനം സൃഷ്ടികൾക്ക് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ ഭവനമായ കഅബ ശരീഫ്. മനുഷ്യനെ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ്
ആദ്യമായി അള്ളാഹുവിന്റെ ഭവനമായ കഅബ ശരീഫ് മലക്കുകൾ മുഖേന നിർമ്മിച്ചതിന് ശേഷമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ അറിയാനും അള്ളാഹുമായി ബന്ധപ്പെടാനും അള്ളാഹുവിന്റെ ഭവനം അനിവാര്യമാണ് എന്നതാണ് അത് കുറിക്കുന്നത്. എന്ന് മാത്രം അല്ല, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചതുപോലെ അല്ല. മറ്റുള്ള ജീവജാലങ്ങളെയെല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഏത് ജീവികളായിരുന്നാലും നമുക്കറിയാം, ആനകൾ, സിംഹങ്ങൾ, നരികൾ, പുലികൾ, പാമ്പുകൾ, അങ്ങനെ തുടങ്ങി വലിയ വലിയ അപകടകാരികളും വളരെ ശക്തിയുള്ളതും വളരെ വലിപ്പമുള്ളതും ആയ ധാരാളം ജീവികൾ ഭൂമിയിൽ ഉണ്ട്. പക്ഷെ ആ ജീവികളെയെല്ലാം മനുഷ്യൻ വളർത്തുന്നുണ്ട്. മനുഷ്യന് ആ ജീവികളെല്ലാം അധീനപ്പെടുന്നുണ്ട്. ലോകത്തൊരു സ്ഥലത്തും മനുഷ്യനെ വളർത്തുന്ന ഒരാനയോ സിംഹമോ പുലിയോ നരിയോ ഇല്ല. മനുഷ്യൻ ഒന്നിനും അധീനപ്പെടുന്നില്ല. മനുഷ്യന് എല്ലാം അധീനപ്പെടുന്നു. കാരണം മനുഷ്യന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ് അതിന്റെ കാരണം. മനുഷ്യൻ വിശേഷബുദ്ധി നൽകപ്പെട്ട ജീവിയാണ്. നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടു. അത് മനുഷ്യൻ അല്ലാഹു തആല നൽകിയ ഒരു വലിയ ബഹുമാനമാണ്. മനുഷ്യന്റെ ബഹുമാനം വേറെ ഒരു സൃഷ്ടിക്കും അല്ലാഹു നൽകിയിട്ടില്ല. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാർ, അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ ബഹുമാനം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും ഇല്ല. അവരെല്ലാം മനുഷ്യന്മാരാണ്. എല്ലാ അമ്പിയാക്കളും എല്ലാ മുർസലീങ്ങളും മനുഷ്യന്മാരാണ്. മനുഷ്യരുടെ ബഹുമാനം ഒരു മലക്കിനും അള്ളാഹു നൽകിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ ബഹുമാനമുള്ളവരാണ് എന്നല്ല. മനുഷ്യ സമുദായം, ആ മനുഷ്യ സമുദായത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ അസാധാരണക്കാരായ മനുഷ്യർ, അതാണ് പ്രവാചകന്മാർ. അസാധാരണക്കാരായ മനുഷ്യർ. സാധാരണ മനുഷ്യൻ ഒരിക്കലും പ്രവാചകനാവുകയില്ല. കാരണം സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയില്ല. സാധാരണ മനുഷ്യന് മലക്കുകളുമായി സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും കഴിയില്ല. അസാധാരണ മനുഷ്യരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ മുഴുവനും. മലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ആ അമ്പിയാക്കൾ മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. ഇനി മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ മഹാന്മാർ, അവർ പ്രവാചകന്മാരല്ല, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവരാണ്. അവരും മലക്കുകളെ കൂട്ടത്തിലുള്ള സാധാരണക്കാരായ മലക്കുകളെക്കാൾ ബഹുമാനമുള്ളവരാണ്. സാധാരണക്കാരായ മലക്കുകൾ, അതായത് മലക്കുകളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലുള്ള മലക്കുകൾ വേറെയുണ്ട്. മലക്കുകളുടെ കൂട്ടത്തിൽ സാധാരണ മലക്കുകൾ, ആ മലക്കുകളെക്കാൾ സ്ഥാനമുള്ളവരാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സിദ്ദീഖീങ്ങളും വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കൾ. ആ നിലയ്ക്ക് എല്ലാ സൃഷ്ടികളെക്കാളും ബഹുമാനമുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. മറ്റുള്ള സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനാണ് ഉത്കൃഷ്ട ജീവി. ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിന് കാറ്റലോഗ് നൽകിയിട്ടുണ്ട്. ഏതൊരു കമ്പനിയിൽ നിന്നും ഒരു വസ്തു പുറത്തിറക്കുമ്പോൾ ആ വസ്തു ഒരു പ്രധാനപ്പെട്ട വസ്തുവാണെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിന് കാറ്റലോഗ്. ഇതുപോലെ മനുഷ്യൻ, ആ മനുഷ്യന്റെ ഓരോ അവയവങ്ങളും എങ്ങനെ എവിടെ എപ്പോൾ പ്രവർത്തിപ്പിക്കണം എന്നതിന് കാറ്റലോഗ് ഉണ്ട്. ആ കാറ്റലോഗ് നൽകുന്നത് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ആ കാറ്റലോഗ് അനുസരിച്ചുള്ള ജീവിതത്തിനാണ് ശരീഅത്ത് അനുസരിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം. ആ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും അപകടം സംഭവിക്കുകയില്ല. ഭൗതികമായ ലോകത്തും പാരത്രിക ലോകത്തും അവൻ എന്നും വിജയിക്കുന്നവനായിരിക്കും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം വെച്ചത്. മൃഗങ്ങൾക്ക് അങ്ങനെയുള്ള നിയമങ്ങളൊന്നും അല്ലാഹു നൽകിയിട്ടില്ല. അതിന്റെ ആവശ്യവും ഇല്ല. കാരണം അവകൾ അടിസ്ഥാനപരമായ സൃഷ്ടിയല്ല. അത് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികൾ മാത്രമാണ്. മനുഷ്യന് നൽകപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് മനുഷ്യൻ ജീവിച്ചാലേ മനുഷ്യന് വാസ്തവത്തിൽ മനുഷ്യനായി ജീവിക്കാൻ കഴിയും. ഇപ്പോൾ അതിലേക്ക് വിശദമായി കടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, മനുഷ്യരും മറ്റു ജീവികളും തമ്മിൽ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ഡെന്റൽ ഹോസ്പിറ്റലുകൾ ഉണ്ട്, ദന്താശുപത്രികൾ.
അവിടെ ചെന്ന് നോക്കിയാൽ കുറെ ആളുകൾ പല്ലെടുപ്പിക്കാൻ വേണ്ടി വന്നവരുണ്ട്. പല്ലിന് വേദനയായിട്ട് യാതൊരു നിർവാഹം ഇല്ലാതിരുന്നാൽ പിന്നെ എടുക്കല്ലാതെ എന്ത് ചെയ്യാനാണ്? ഒരു കല്യാണം കഴിച്ചിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു നിലക്കും മുന്നോട്ട് പോകില്ല എന്ന് തോന്നിയാൽ തലാഖില്ലല്ലാതെ നിർവാഹമില്ലല്ലോ. അതുപോലെ സ്വന്തം പല്ലാണെന്ന് കൊണ്ട് കാര്യമില്ലല്ലോ. ആ പല്ലുകൊണ്ട് കുടുങ്ങിയാൽ ബാക്കിയുള്ള പല്ല് കൂടി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ തൊള്ളയിൽ ഒരു സാധനം എടുത്ത് തിന്നാൻ കഴിയുന്നില്ല. പല്ലൊട്ട് നിലനിൽക്കുമെന്ന് തോന്നുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏതായിരുന്നാലും ഇളകി നിൽക്കുന്നത്. അതൊരു നിലക്കും നിർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല തോന്നിയാൽ കഴിയുന്നത് അടച്ചിട്ടൊക്കെ നിർത്താനാണ് നോക്കേണ്ടത്. എന്നും കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ തലാഖിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. ഒരു പെണ്ണിനെ വെറുതെ കണ്ട് തലാഖ് ചെല്ലല്ല, ഏതെങ്കിലും നിലക്ക് അടച്ചിട്ട് നിർത്താൻ കഴിയുമെന്ന് നോക്കണം. ഒരു നിലക്കും നിർത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ വന്നാൽ ചിലപ്പോൾ തലാഖ് എല്ലാവരുണ്ട്, സ്വാഭാവികമാണ്. ഒരു ശാസ്ത്രീയമായ ട്രീറ്റ്മെന്റാണ്. അത് വേണ്ടെന്ന് പറഞ്ഞാലോ, വേണ്ടെന്ന് പറഞ്ഞാൽ തീരെ തലാഖ് ചെല്ലാൻ പാടില്ല എന്നൊരാശയം വന്നാൽ അപ്പൊ പിന്നെന്താ ചെയ്യാ? കുടുങ്ങിയില്ലേ? ഇവനും കുടുങ്ങി, അവളും കുടുങ്ങി. എന്നെന്താ ചെയ്ത് ഒഴിവാക്കാൻ പറ്റൂല. എന്നെന്താ ചെയ്യാ? പിന്നെ തൂങ്ങിച്ചാകാൻ, സലാമത്താൻ വേണ്ടി തൂങ്ങിച്ചാകാൻ. അങ്ങനെ തൂങ്ങിച്ചാകേണ്ട ഗതികേട് ഇസ്ലാം മതത്തിനില്ല. ഇസ്ലാം മതം അങ്ങനെ തൂങ്ങിച്ചാകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന മതമല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ പല്ലെടുക്കുക എന്നുള്ളത് അവസാന നിമിഷത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പല്ലെടുക്കാൻ വേണ്ടി വന്ന കുറെ ആളുകൾ ഇങ്ങനെ പല്ലും ധരിപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. നിങ്ങൾ ഒരു ദന്താശുപത്രി ചെന്ന കുറെ ആളുകൾ ഇങ്ങനെ പല്ലും ധരിപ്പിച്ചിങ്ങനെ ഇരിക്കുന്നവരെ കാണാം. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈ മനുഷ്യൻ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, കഴിച്ചതിന് ശേഷവും അതിനു മുമ്പും, ഉറക്ക് തെളിഞ്ഞാലും ഉറങ്ങാൻ പോകുന്ന സമയത്തും ഒക്കെ പല്ല് തേച്ച് വൃത്തിയാക്കുന്ന മനുഷ്യനാണ്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം ആണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കടപ്പാടാണ്. ഉറങ്ങാൻ പോകുന്ന സമയത്ത് പല്ല് തേക്കൽ സുന്നത്താണ്. ഉറങ്ങി തെളിഞ്ഞാലും പല്ല് തേക്കൽ സുന്നത്താണ്. ഒതു കൊടുക്കുന്ന സമയത്ത് പല്ല് തേക്കൽ സുന്നത്താണ്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പല്ല് തേക്കൽ സുന്നത്താണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പല്ല് തേക്കൽ സുന്നത്താണ്. ശരിക്കും ഒരാൾ പല്ല് തേക്കുകയാണെങ്കിൽ പിന്നെ പല്ലിന് ഒരു രോഗം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവില്ല. ഇസ്ലാം അനുസരിച്ച് ഒരാൾ പല്ല് തേക്കുകയാണെങ്കിൽ പല്ല് വളരെ ക്ലിയറായി. പക്ഷെ പലരും പല്ല് തേക്കാൻ മടിയാണ്. ചില ആളുകൾക്ക് തീരെ ഉറങ്ങിയില്ലെങ്കിൽ പല്ല് തേക്കൽ ആദായം കിട്ടുമെന്ന് വിചാരിക്കുന്നവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പല്ല് തേക്കാനുള്ള വളരെ പുണ്യമായ ഒരു കാര്യം. ഇസ്ലാം എപ്പോഴും വൃത്തിക്ക് പ്രസക്തി നൽകുന്ന ഒരു മതമാണ്. എല്ലാ രംഗത്തും വൃത്തി. വൃത്തി എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു പകുതിയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിൽ രണ്ട് നിലക്കുള്ള വൃത്തിയുണ്ട്. ഒന്ന് മനസ്സിന്റെ വൃത്തി, അതാണ് ഏറ്റവും വലിയ വൃത്തി. മനസ്സിന്റെ വൃത്തി എന്ന് പറയുന്നത് അല്ലാഹുവുമായി മനുഷ്യന്റെ മനസ്സ് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് വാങ്ങി വിളിക്കുന്നത്. അല്ലാഹു വലിയവനാണ്, ഞാൻ ഒരിക്കലും വലിയവനല്ല, അപ്പൊ എനിക്ക് അഹങ്കാരമില്ല. ഇസ്ലാമിന്റെ കേന്ദ്രമായ പള്ളികളിൽ നിന്ന് വിളിക്കപ്പെടുന്ന അല്ലാഹു അക്ബർ എന്ന വാചകം, അല്ലാഹു വലിയവനാണ്. പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് വലിയ ആളാണെന്നല്ല, അല്ലെ സെക്രട്ടറി വലിയ ആളാണെന്നല്ല, അല്ലെങ്കിൽ പള്ളിയിലെ മൊയ്ലാർ വലിയ ആളാണെന്നല്ല. അങ്ങനെ വലിയവരില്ല. വലിയവനൊക്കെ ഒന്നേ ഉള്ളൂ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, മറ്റുള്ളവരെല്ലാം അവന്റെ അടിമകളാണ്. ഏറ്റവും വിനയത്തിന്റെ വാചകമാണ് ആ വിളിച്ചു പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുമ്പോഴാണ് മനസ്സിന്റെ ഏറ്റവും വലിയ ശുദ്ധി ഉണ്ടാകുന്നത്. അഹങ്കാരമില്ലാത്ത മനസ്സ്, അസൂയയില്ലാത്ത മനസ്സ്. അള്ളാഹു തആല ആർക്ക് എന്ത് കൊടുത്താലും യാതൊരു അസൂയയില്ല, വളരെ സന്തോഷം. അങ്ങനെയാണല്ലോ ഉണ്ടാകേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ വീട്ടിന്റെ നേരെ മുമ്പിലുള്ള ഒരു വീട്ടുകാരൻ, അയാൾ നല്ല ഭംഗിയുള്ള ഒരു വീടുണ്ടാക്കി, സൗന്ദര്യമുള്ള ഒരു വീട്. ആ വീട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകാം. അതെന്താ കാരണം? നമുക്കതിങ്ങനെ കണ്ട് ആസ്വദിക്കാലോ. നമ്മളെ നേരെ മുന്നിൽ വീട് നല്ല വീടായിട്ട് നിർമ്മിച്ചാൽ നമുക്കത് കണ്ട് ആസ്വദിച്ചോട്ടെ. വാസ്തവത്തിൽ അയാളെക്കാളും സന്തോഷിക്കേണ്ടത് നമ്മളാണ്. കാരണം അയാൾക്കത് കാണാൻ കഴിയില്ല, അയാൾക്കത് അവിടെ കിടന്ന് ഉറങ്ങാനേ കഴിയും. ആ വീടിന്റെ ഭംഗി കാണാൻ കഴിയും ഇപ്പുറത്തെ വീട്ടുകാരായ നമുക്കാണ്. അയാൾക്ക് ഇത് കാണാൻ കഴിയില്ല. അയാൾക്ക് കാണണമെങ്കിൽ മുറ്റത്തിറക്കി നോക്കണം, എന്നാലും അയാൾക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിന്റെ മുന്നിലുള്ള ഒരു വീട് അത് വളരെ ഭംഗിയിൽ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. കാരണം മനുഷ്യന് ആസ്വാദനം എന്നൊരു വിഷയമുണ്ട്. അത് കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കുക, അത് ഭംഗിയുള്ള കാര്യങ്ങളാണ്, കണ്ടാസ്വദിക്കാൻ കഴിയും. കാതുകൊണ്ട് കേട്ടാസ്വദിക്കുക, നല്ല സൗണ്ട്, നല്ല പാട്ട്, അതൊക്കെ കേട്ടാസ്വദിക്കണം. മറ്റൊന്നാണ് രുചിക്കുക, ഭക്ഷണം കഴിച്ച് രുചിച്ചുകൊണ്ട് ആസ്വദിക്കുക. അങ്ങനെ ആസ്വാദനം പല വിധത്തിലും. കണ്ണുകൊണ്ടുള്ള ആസ്വാദനം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരാൾ നമ്മളെ കൊഞ്ഞനം കാട്ടിയാൽ നമുക്ക് ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിക്കേണ്ട ആ ഒരു കാര്യമില്ല. അയാളെ മുഖം ചീത്തയാക്കിയാൽ നമുക്ക് എന്താ ദേഷ്യം പിടിക്കുന്നത്? അയാളെ മുഖം ചീത്തയാക്കിയാൽ നമുക്ക് എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? അതിന്റെ കാരണം നമ്മളെ കണ്ണിനെ ആക്രമിച്ചു എന്നുള്ളതാണ്. നമ്മളെ കണ്ണുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് കാണാൻ നമുക്ക് നല്ല സന്തോഷം. അതുകൊണ്ട് ആ പുഞ്ചിരിക്കൽ ഒരു സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ധർമ്മാണ്. കാരണം അയാളെ കണ്ണിന് ആസ്വാദനം കൊടുക്കുകയാണ്, അത് ധർമ്മാണ്. കണ്ടാലേ പുഞ്ചിരിച്ചുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും ഉണ്ടാകേണ്ടത്. ചില ആളുകളുടെ ഭാര്യന്റെ അടുത്ത് പോകുമ്പോൾ മുഖം ഇങ്ങനെ തടിപ്പിച്ചു പോകുന്ന ചില മനുഷ്യന്മാരുണ്ട്. സ്വന്തം ഭാര്യന്റെ അടുത്ത് പോകുമ്പോൾ വരെ അങ്ങനല്ല, പുഞ്ചിരിച്ചുകൊണ്ടാണ് ഭാര്യന്റെ അടുത്ത് കടന്നു. ഭാര്യമാരും അങ്ങനെ തന്നെ.
അങ്ങാടിയിൽ നിന്നുള്ള എല്ലാ വിഷമവും അധ്വാനിച്ച് പ്രയാസപ്പെട്ടെങ്കിൽ വരുമ്പോ അതിനേക്കാളും വലിയ തടിച്ച മുഖം കൊണ്ട് ഭാര്യമാരും നിൽക്കാൻ പാടില്ല. മറിച്ച് ഏതൊരു മനുഷ്യനും പുഞ്ചിരിക്കുക, അതൊരു ധർമ്മമാണ്. അതേസമയത്ത് കൊഞ്ഞനം കാട്ടിയാൽ ആർക്കും ദേഷ്യം പിടിക്കും. എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? നമ്മളെ കണ്ണിനെ ആക്രമിച്ചു എന്നാണ്. കണ്ണ് എപ്പോഴും സൗന്ദര്യമുള്ളത് കണ്ട് ആസ്വദിക്കാനാണ് കണ്ണിന്റെ താല്പര്യം. അപ്പൊ സൗന്ദര്യമുള്ള ഒരു വീട് നമ്മുടെ മുന്നിൽ ഒരാൾ നിർമ്മിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് അതിന് വെറുപ്പിടിക്കല്ലോ വേണ്ടത്. ചില ആളുകൾക്ക് അപ്പൊ അസൂയ കൂടുകയാണ്. അതിന് യാതൊരു ആവശ്യമില്ല. അസൂയ ഉണ്ടാകേണ്ട യാതൊരു ഇഷ്ടത്തോട് തന്നെ. മുമ്പ് ഇവിടെ പോകുമ്പോൾ ഒരു പഴയ ദ്രവിക്കാൻ പോയ ഒരു പള്ളിയായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പൊ ഇതിലെ പോകുമ്പോൾ എല്ലാവർക്കും എന്തൊരു സന്തോഷമാണ്. എല്ലാ ആളുകൾക്കും കണ്ടിങ്ങനെ ആസ്വദിച്ചൂടെ. നല്ല ഭംഗിയുള്ള ഒരു പള്ളി, എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാമല്ലോ. അത് പള്ളി കയറുന്നവർക്കും കയറാത്തവർക്കും മുസ്ലിമിനും അമുസ്ലിമിനും ഒക്കെ ഈ ഭംഗി ആസ്വദിക്കാമല്ലോ. അപ്പൊ എല്ലാവർക്കും ഗുണമാണല്ലോ. സൗന്ദര്യം കാണിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഗുണം ചെയ്യലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആസ്വാദനം, കണ്ണിന്റെ ആസ്വാദനം, അത് വലിയ വിഷയമാണ്. അപ്പൊ മുന്നിലെ വീട് നല്ല ഭംഗിയുള്ള വീടായാൽ എല്ലാവർക്കും വലിയ സന്തോഷം. നമ്മളെ വീടിന്റെ നേരെ നല്ല ഭംഗിയുള്ള വീട് വരുമ്പോൾ നമ്മൾ സന്തോഷം. നല്ല ബിൽഡിംഗ് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. നേരെ മറിച്ച് അതിന് നമുക്ക് മനസ്സുകൊണ്ട് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് ശരിയില്ല എന്ന് ഉറപ്പാണ്. മനസ്സ് ചീത്തയാകുമ്പോഴാണ് നമുക്ക് അസൂയ എന്ന രോഗം സംഭവിക്കുന്നത്. അതുണ്ടാകാൻ പാടില്ല. മനസ്സ് ഏറ്റവും വൃത്തിയുള്ള മനസ്സായിരിക്കും. അപ്പൊ പിന്നെ അസൂയ ഉണ്ടാവില്ല. അവന് ഏതൊരു നല്ലതിനെയും അവൻ അംഗീകരിക്കും, അവൻ ഉൾക്കൊള്ളും. ചില ആളുകൾക്ക് തൊട്ടടുത്ത വീട്ടുകാരൻ നന്നാവുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. അതിനാണ് നമ്മളെ തൊട്ടടുത്ത വീട്ടുകാരൻ നല്ല പണക്കാരനായി നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം. അയാൾ ഇപ്പൊ കാറിലാ പോകുന്നത്, കൂടുതൽ സന്തോഷിക്കണം. കാരണം ബസ്സിൽ അത്രയും ആള് കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സീറ്റ് ഒഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും കാറിൽ പോകാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ നമ്മളെ ബസ്സൊക്കെ സീറ്റ് ഒഴിഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മൾ കൂടുതൽ സന്തോഷിക്കണം അയാൾ കാറിൽ പോകുമ്പോ. കാരണം അയാളെ ശൈലി നമുക്ക് ബസ്സിലില്ലല്ലോ. അങ്ങനെയല്ലേ മനുഷ്യൻ ചിന്തിക്കേണ്ടത്? നമ്മളെ തൊട്ടടുത്തൊരു വീട്ടുകാരൻ നല്ല പണക്കാരനാവും, നമ്മൾ വളരെ കൂടുതൽ സന്തോഷിക്കണം. കാരണം പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണത്തിന് വാങ്ങാം, വീട് നിർമ്മാണത്തിന് എല്ലാവരും സംഭാവന. അയാൾ 5 ദിവസം കൊടുക്കാത്ത മുതലാളിയാണ് ആയിക്കോട്ടെ, എന്നാൽ അയാളോട് കടം വാങ്ങാം. അയാൾ കടവും കൊടുക്കൂല, ഒരു ഗുണവും മനുഷ്യന് ചെയ്യൂല. എന്നാലും അയാൾ പണക്കാരനാവും, നമ്മൾ സന്തോഷിക്കണം. എന്താ കാരണം? അയാൾ നമ്മളോട് കടം ചോദിക്കൂലല്ലോ, അയാൾക്ക് നമ്മുടെ സംഭാവന പിരിക്കണ്ടല്ലോ. അപ്പൊ അയാളെ കൊണ്ടുള്ള വിഷമം നമുക്കില്ലല്ലോ. അപ്പൊ നമുക്ക് സന്തോഷത്തിനല്ലേ അവകാശമുള്ളൂ. അയാൾക്കുള്ളത് കൊണ്ട് നമുക്ക് എന്താ തരാറ്? അപ്പൊ മനുഷ്യന്റെ മനസ്സ് വിശാലമായി ചിന്തിക്കുന്ന മനസ്സാണ്, അസൂയുള്ള മനസ്സാകുന്നത്. അപ്പോഴാണ് മനസ്സ് ശുദ്ധിയുള്ള മനസ്സാകുന്നത്. അസൂയയില്ലാത്ത, ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, ആരോടും പകയില്ലാത്ത, വിരോധമില്ലാത്ത നല്ല മനസ്സ്. അതല്ലേ അമർനീ റബ്ബീ ബിതിസ്അൻ, എന്റെ റബ്ബ് എന്നോട് 9 കാര്യം കൽപ്പിച്ചു. ഖശിയത്തില്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണം. രഹസ്യ ജീവിതം നന്നാകണം, പരസ്യ ജീവിതം നന്നാകണം. ഖശിയത്തില്ലാഹി ഫിസ്സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടണം. അത് മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയുമ്പോൾ, മനസ്സ് ശുദ്ധിയാകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഭക്തി. അത് രഹസ്യ ജീവിതം വളരെ ക്ലിയർ ആകണം, പരസ്യ ജീവിതവും ക്ലിയർ ആകണം. ഒരാള് രഹസ്യ ജീവിതം കണ്ടീഷനാണ്, പരസ്യ ജീവിതം കണ്ടാൽ വളരെ തെറ്റിദ്ധരിക്കുന്ന ജീവിതമാണ്. പാടില്ല. കാരണം അവന് ധാരാളം ആളുകൾ തെറ്റിദ്ധരിച്ചു പലതും പറഞ്ഞു പോകും. എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ പറയുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ കാരണമാകും. അതുകൊണ്ട് പരസ്യവും നന്നാകണം, രഹസ്യവും നന്നാകണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നിർദ്ദേശമായി പറഞ്ഞത്, ഖശിയത്തില്ലാഹി ഫിസ്സിരി വൽ അലാനിയ. മറ്റൊന്ന് അവിടുന്ന് പറഞ്ഞു, കലിമത്തുൽ അദ്ലി ഫിൽ ഖദബി വൽ റിളാ, സംതൃപ്തി മനസ്സിനുള്ള സമയത്തും അതേ സമയത്ത് ദേഷ്യം പിടിക്കുന്ന സമയത്തും പറയുന്ന വാചകങ്ങൾ നീതിയുടെ വാചകമായിരിക്കണം. അനീതിയുടെ വാക്ക് സംസാരിക്കാൻ പാടില്ല. പറയുന്ന വാക്ക് എപ്പോഴും നീതിയുടെ വാചകമായിരിക്കണം. അത് എത്ര തന്നെ വെറുപ്പ് പിടിച്ച സമയമാണെങ്കിലും, എത്ര തന്നെ സന്തോഷവും സംതൃപ്തിയുമുള്ള സമയമാണെങ്കിലും, നാവിന്മേൽ ഉച്ചരിക്കുന്ന വാചകങ്ങളെല്ലാം നീതിയുടെ വാചകങ്ങളായിരിക്കണം. വൽ ഖസ്ദി ഫിൽ ഫഖരി വൽ ഗിനാ, ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും മിതമായ ചെലവഴിക്കാവൂ, അമിതമായി ചെലവഴിക്കരുത്. അതെന്റെ റബ്ബനോട് നിർദ്ദേശിച്ചൊരു വിഷയമാണ്. ധാരാളം കയ്യിലുള്ള സമയത്ത് അമിതമായി ചെലവഴിക്കാമെന്ന ധാരണ ഉണ്ടാകരുത്. വളരെയേറെ പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടക്കുന്നവരുണ്ട്, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരുണ്ട്, സ്വന്തമായൊരു വീട് നിർമ്മിക്കാൻ കഴിയാത്തവരുണ്ട്. ആ ബോധം മനസ്സിൽ വേണം. അനാവശ്യമായി ഒരു ടെലിഫോൺ കോള് പോലും വിളിച്ചേക്കരുത്.
അനാവശ്യമായി ഒരു ബൾബ് പോലും കത്തിച്ചേക്കരുത്, അനാവശ്യമായ ഒരു ഫാന് പോലും കറങ്ങിയേക്കരുത്. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം നിങ്ങൾക്കറിയില്ലേ? 3 പ്രാവശ്യം മുഖം കഴുകാൻ വുളുവിൽ കൽപ്പനയാണ്. 4ാമത് കഴുകിയാൽ ഒന്നുകിൽ കറാഹത്താണ്, അല്ലെങ്കിൽ ഹറാമാണ്. കടലിൽ വെച്ചാണ് മുക്കിയിട്ട് കഴുകുന്നതെങ്കിലും 4ാമത് കഴുകുന്നത് കറാഹത്താണ്. നേരെ മറിച്ച് വഖഫ് ചെയ്യപ്പെട്ട ഹൗദിലെ വെള്ളമാണെങ്കിൽ ഹറാമാണ്. കാരണം എന്തേ? ഒരു അല്പം വെള്ളം പോലും അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. അനാവശ്യം ചെലവഴിക്കുന്നവർ, അമിതമായി ചെലവഴിക്കുന്നവർ ശൈത്താനിന്റെ കൂട്ടാളികളാണെന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ വചനം. ഓ സഹോദരന്മാരെ, ഇരിക്കട്ടെ, അനാവശ്യം ചെലവഴിക്കരുത്, മിതമായി മാത്രം ചെലവഴിക്കണം. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വഉതിയ മൻ ഹറമനി വഅസില മൻ ഖതഅനി വഅഫു അമ്മൻ ളലമനി. 9 കാര്യം എന്റെ റബ്ബനോട് കൽപ്പിച്ചതിൽ ഒരു കാര്യം എനിക്ക് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണമെന്നാണ്. ഇങ്ങോട്ടൊരു കാര്യം ചോദിച്ചപ്പോൾ തരാത്തവൻ അങ്ങോട്ടൊരാവശ്യം വന്നാൽ മുമ്പ് അവൻ എനിക്ക് തന്നിട്ടില്ലല്ലോ എന്ന ചിന്ത വെച്ച് കൂടരുത്, അവൻ അങ്ങോട്ട് കൊടുക്കണമെന്നാണ് എന്റെ റബ്ബിന്റെ നിർദ്ദേശം. പിന്നെയോ എന്നോട് ബന്ധം മുറിച്ച മനുഷ്യരുമായി ഞാൻ അങ്ങോട്ട് ബന്ധം ചേർക്കണമെന്നാണ് നിർദ്ദേശം. എന്നെ കണ്ടാൽ മിണ്ടാത്തവൻ, എന്നെ കല്യാണത്തിന് വിളിക്കാത്തവൻ, വിദേശത്ത് പോകുമ്പോൾ എന്നോട് അക്ഷരം പറയാത്തവൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഞാനുമായി ബന്ധം മുറിച്ചവൻ, ആ മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. എന്നോട് അങ്ങനെയാണ് എന്റെ റബ്ബിന്റെ നിർദ്ദേശം. വഅസില മൻ ഖതഅനി വഅഫു അമ്മൻ ളലമനി. എന്നെ ആക്രമിച്ചവന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം. എന്നെ ഇങ്ങോട്ടൊരാൾ കൊഞ്ഞനം കാണിച്ചാൽ അങ്ങോട്ട് ഞാൻ കൊഞ്ഞനം കാട്ടേണ്ടതില്ല. ഇങ്ങോട്ടൊരാൾ കല്ലെറിഞ്ഞാൽ പകരം കല്ലെറിയേണ്ടതില്ല. ഇങ്ങോട്ടൊരാൾ തെറി പറഞ്ഞാൽ പകരം തെറി പറയേണ്ടതില്ല. മറിച്ച് ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് കൊടുത്ത നിർദ്ദേശം. കാരണം ലോകത്ത് സന്മാർഗത്തിന്റെ വഴി കാണിക്കുന്ന ഏറ്റവും വലിയ വിളക്കാണല്ലോ സിറാജം മുനീറാ, പ്രശോഭിതമായ വിളക്ക്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ വിളക്കിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകണമെങ്കിൽ, ആ നബിയിലേക്ക് ജനങ്ങൾ വരണമെങ്കിൽ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പ്രബോധകനായി പ്രവർത്തിക്കുന്നവനും അതുപോലെ ഓരോ മുഅ്മിനും അവന്റെ ജീവിതത്തിൽ പകർത്തേണ്ട നിർദ്ദേശമാണ്. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ചേർക്കുക, ഇങ്ങോട്ട് ആക്രമിച്ചവൻ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറഞ്ഞു, അതേ അതിന്റെ പുറമേ വഅയ്യകൂന സുംതി ഫിക്റൻ വനുത്ഖി ദിക്റൻ വനദരി ഇബ്റാ. എവിടെ വെച്ചും ഞാൻ മൗനമായിരിക്കുന്നതൊക്കെ ചിന്തയായിരിക്കണം. വെറുതെ ഞാൻ മൗനിയായി ഇരിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കണം, അള്ളാഹു വെച്ച സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിക്കണം, അവൻ തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കണം, അവൻ തന്ന ഓരോരോ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദൗർബല്യങ്ങളെ കുറിച്ച് ആലോചിക്കണം, അത് പുറത്തു കിട്ടാൻ എന്ത് മാർഗമുണ്ടെന്ന് ചിന്തിക്കണം. അങ്ങനെ എപ്പോഴും മനുഷ്യന്റെ മൗനം ചിന്തയായിരിക്കണം. വഅയ്യകൂന സുംതി ഫിക്റാ വനുത്ഖി ദിക്റാ. എന്റെ നാവ് കൊണ്ട് ഞാൻ സംസാരിക്കുന്നതെല്ലാം പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന വാചകങ്ങളായിരിക്കണം. അതിനാണ് ദിക്ർ എന്ന് പറയുന്നത്. അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന സർവ്വവാചകങ്ങളും ദിക്റാണ്. വഅദ് പറയുക എന്നതൊരു ദിക്റാണ്, നല്ല കാര്യം ഉപദേശിക്കൽ ദിക്റാണ്,
ദർസ് നടത്തൽ ദിക്റാണ്, സ്വലാത്ത് ചൊല്ലൽ ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അത് ദിക്റാണ്, അങ്ങനെ തസ്ബീഹ് ചൊല്ലിയാൽ ദിക്റാണ്, സ്വന്തം ഭാര്യയെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ സന്തോഷത്തിന്റെ വാക്ക് പറഞ്ഞാൽ അത് ദിക്റാണ്, ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങുന്ന നിലയ്ക്ക് അവരെ സമാധാനിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ അത് ദിക്റാണ്. ആകയാൽ പ്രതിഫലം കിട്ടുന്ന മുഴുവൻ വാക്കുകളും ദിക്റാണ്. എന്റെ നാവ് കൊണ്ട് ഞാൻ ഉച്ചരിക്കുന്ന വാചകങ്ങളെല്ലാം ദിക്റായിരിക്കണം, പ്രതിഫലാർഹമാകണം. എന്റെ നോട്ടമെല്ലാം പാഠമായിരിക്കണം, എന്റെ നോട്ടമെല്ലാം പാഠമായിരിക്കണം. ഓ സഹോദരന്മാരെ, ഇവിടെ ഇപ്പോൾ ഒരു നല്ല പള്ളി പുനർനിർമ്മാണം നടന്നു. നമുക്കിവിടെ ഒരു വലിയ പാഠമുണ്ട്, ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു ചെറിയ പാഠം പറയുകയാണ്. പഴയ പള്ളി അത് ഏകദേശം ജീർണിച്ച് നശിക്കാറായപ്പോൾ അത് പുതുക്കി പണിയുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് കൂടുതൽ ഭംഗിയായി. ഇങ്ങനെയാണ് ബിൽഡിങ്ങിന്റെ അവസ്ഥ. പക്ഷേ ജീവികളുടെ അവസ്ഥ അങ്ങനെയല്ല. ജീവികളുടെ അവസ്ഥ അങ്ങനെയല്ല. ജീവികൾ പിന്നെ രണ്ടാമത് പുനർനിർമ്മാണം നടത്താൻ ഭൗതിക ലോകത്ത് വകുപ്പില്ല. അല്ലേ? ചെറുപ്പത്തിൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. എന്റെ മീശയിലും താടിയിലുമൊക്കെ എല്ലാം കറുത്ത രോമമായിരുന്നു. അന്ന് എനിക്ക് നന്നായി ഓടാനും ചാടാനും ഒക്കെ കഴിഞ്ഞിരുന്നു. പിൽക്കാലത്ത് ഇങ്ങനെ ആരോഗ്യം കുറയുകയാണ്, ശരീരം ക്ഷയിക്കുകയാണ്, കറുത്ത രോമങ്ങൾ വെളുത്തു പോവുകയാണ്, നടന്നു പോകുന്ന കാലിന് വേദന വരികയാണ്, കൈകാലിന്റെ മുട്ടിന് കേട് വരികയാണ്, അങ്ങനെ കണ്ണിന്റെ കാഴ്ച ചുരുങ്ങുകയാണ്, കാതിന്റെ കേൾവി കുറയുകയാണ്. അങ്ങനെ ക്ഷയിച്ചു പോകുന്ന എനിക്ക് ബിൽഡിങ്ങുകൾ പുനർനിർമ്മാണം നടത്തുന്നത് പോലെ ഇതൊന്ന് പുനർനിർമ്മാണം നടത്താനുള്ള സന്ദർഭമില്ല. മറിച്ച് ഞാൻ ഇങ്ങനെ തന്നെ ക്ഷയിച്ചങ്ങ് പോകലാണ്. പുനർനിർമ്മാണത്തിന് വകുപ്പില്ല. അതുകൊണ്ട് ഞാൻ എന്ത് വേണം? ഞാൻ ചിന്തിക്കണം, എന്റെ യുവത്വകാലം, ആ യുവത്വകാലമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത്. പുനർനിർമ്മാണത്തിന് വകുപ്പില്ലാത്ത വസ്തുക്കളുടെ എല്ലാം ഡ്യൂട്ടി അങ്ങനെയല്ലേ? കണ്ടില്ലേ നിങ്ങളൊരു തെങ്ങിൻ തൈ, ആ തെങ്ങിൻ തൈയിന്റെ മേലെ ഏറ്റവും കൂടുതൽ തേങ്ങയുണ്ടാകുന്നത്, ഏറ്റവും നീളമുള്ള ഓലയുണ്ടാകുന്നത്, മടലുണ്ടാകുന്നത്, ഏറ്റവും ആരോഗ്യത്തോടെ ഇളനീര് നൽകുന്നത് അതിന്റെ യുവത്വകാലത്താണ്. പ്രായമാകുമ്പോൾ പീറ്റയാൽ പിന്നെ അത്രത്തോളം തേങ്ങ കൊടുക്കാൻ കഴിയില്ല. കൊടുക്കുന്ന തേങ്ങക്ക് തന്നെ തൂക്കം കിട്ടുകയില്ല. അതുപോലെ കൂടുതൽ കയപ്പുണ്ടാവുകയില്ല. യുവത്വകാലത്താണ് ഈ തെങ്ങിന്റെ ധാരാളമായി അതിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതെങ്കിൽ, ഓ ചെറുപ്പക്കാരാ, ഏറ്റവും കൂടുതൽ സുന്നത്ത് നിസ്കരിക്കേണ്ടത് നീയാണ്. ഏറ്റവും കൂടുതൽ ദിക്റിന് പങ്കെടുക്കേണ്ടത് നീയാണ്. ഏറ്റവും കൂടുതൽ സലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കേണ്ടത് നീയാണ്. ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യേണ്ടത് നീയാണ്. ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുക്കേണ്ടത് നീയാണ്. ഏറ്റവും കൂടുതൽ ദീനീ പ്രവർത്തനം നടത്തേണ്ടത് നീയാണ്. ആകയാൽ നീ കണ്ടില്ലേ മരങ്ങളിലേക്ക്? ആ മരങ്ങൾ അതിന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നത് അതിന്റെ യുവത്വകാലത്തല്ലേ? പ്രായമാകുമ്പോൾ കഴിവനുസരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്രയേ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ജീവജാലങ്ങൾ, മരങ്ങളാണെങ്കിലും ശരി, മരങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അത് ശ്വസിക്കുന്നുണ്ടല്ലോ, അതിന് ചില വിവരങ്ങളുണ്ടല്ലോ. ജീവനുള്ള വസ്തുക്കളെല്ലാം അത് ഉണങ്ങുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ നീ ഒരു പശുവിനെ എടുക്കൂ, ഒരു എരുമയെ എടുക്കൂ, ഒരാട്ടിനെ എടുക്കൂ, ഒട്ടകത്തെ എടുക്കൂ. അതിന്റെ യുവത്വത്തിലല്ലേ പാല് ധാരാളം നൽകുന്നത്? യുവത്വത്തിലല്ലേ അതിന്റെ ഫലം ലഭിക്കുന്നത്? ഇതെല്ലാം മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണെങ്കിൽ ആ മനുഷ്യനോ അവനല്ലേ ചിന്തിക്കേണ്ടത്? എന്ത് കണ്ടാലും പാഠം പഠിക്കണം. അങ്ങനെയാകണം എന്റെ നോട്ടം. അതേ പറയുന്നതെല്ലാം പ്രതിഫലമുള്ളതാകണം. എന്ത് കണ്ടാലും പാഠം പഠിക്കണം. അതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കണം. നല്ല കാര്യം നിർദ്ദേശിക്കണം.
എന്റെ റബ്ബനോട് നിർദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ധമായ മനസ്സുള്ള മനുഷ്യനായി നമ്മൾ വളരാൻ വേണ്ടി റബ്ബിന്റെ നിർദ്ദേശം പഠിപ്പിച്ചതാണെങ്കിൽ മനുഷ്യന് ഏറ്റവും വൃത്തി വേണ്ടത് മനസ്സിലാണ്. വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, വർഗീയതയില്ലാതെ, ഭീകരതയില്ലാതെ, തീവ്രവാദമില്ലാതെ, അക്രമവാസനയില്ലാതെ, ക്രിമിനലാകാതെ, ആരെയും ശല്യപ്പെടുത്തണമെന്ന ചിന്തയില്ലാതെ ഒരു ശരിയായ മുസ്ലിം അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. നിനക്കൊരു ശരിയായ മുസ്ലിമാകാം. അതിന് നീ എന്താ വേണ്ടത്? അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. നിന്റെ സ്വന്തം ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്തോ അത് നീ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക. വിശാലമായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മുസ്ലിമിന് ഇഷ്ടപ്പെടുക എന്നല്ല പറഞ്ഞത്, മനുഷ്യനെ ഇഷ്ടപ്പെടുക. മുസ്ലിം, ഹിന്ദു, ക്രിസ്തു എന്ന് പറയുന്ന വിവേചനം, ആ വിവേചനത്തിനതീതമായി മനുഷ്യ സമൂഹത്തിന് നീ ഇഷ്ടപ്പെടുക. എന്താണോ നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് അത് തന്നെ മനുഷ്യ ശരീരത്തിന് ഇഷ്ടപ്പെടുക. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. മനുഷ്യനെ നീ ഇഷ്ടപ്പെടുക. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഏത് ജനങ്ങൾക്കും നിന്റെ ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ഇഷ്ടപ്പെടുക. നീ നിന്റെ സ്വന്തം കാര്യം നോക്കുന്നവനാകരുത്. നിന്റെ സ്വന്തം കാര്യം ക്ലിയറാകണമെന്ന് ചിന്തിക്കരുത്. നിനക്ക് സന്തോഷമുള്ള കുടുംബജീവിതം വേണം, എന്നാൽ അത് തന്നെ എല്ലാ ജനങ്ങൾക്കും വേണം. നിനക്ക് നല്ല ആരോഗ്യം വേണം, എല്ലാവർക്കും ആരോഗ്യം വേണം. നിനക്ക് സാമ്പത്തിക പുരോഗതി വേണം, എല്ലാ ജനങ്ങൾക്കും പുരോഗതി വേണം. നിന്റെ മകൾക്ക് നല്ല വിവാഹം നടക്കണം, മറ്റുള്ളവരുടെ മക്കൾക്കും അത് നടക്കണം. നിനക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളി വേണം, എന്നാൽ എല്ലാ ജനങ്ങൾക്കും അതുണ്ടാകണം. അങ്ങനെ തുടങ്ങിയോ സഹോദരന്മാരെ, സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. അപ്പോഴാണ് നീ ഒരു മുസ്ലിമാകുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ഈമാൻ, അതേ ആ ഈമാനിന്റെ പകുതി തന്നെ ശത്രുൽ ഈമാൻ ശുദ്ധിയാണ്, മനസ്സിന്റെ ശുദ്ധിയാണ്, മനസ്സിന്റെ ശുദ്ധിയാണ്. ഓ ഉമ്മമാരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്വന്തം പെൺകുട്ടികൾ സമാധാനത്തോടെ ഭർത്താവിന്റെ കൂടെ ജീവിക്കണം, നിങ്ങളുടെ താല്പര്യമാണ് എങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാര്യമാർ, നിങ്ങളുടെ ആൺകുട്ടികളുടെ ഭാര്യമാർ, അവര് സമാധാനത്തോടെ ജീവിക്കണം. അതുകൊണ്ട് തന്നെ സ്വന്തം ആൺമക്കളുടെ ഭാര്യമാരോട് വളരെ സുന്ദരമായ ജീവിതം നയിക്കണം, ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഇതുപോലെ ഞാൻ പറയട്ടെ, ഏത് രംഗത്തും നമുക്ക് സമാധാനം വേണം, മറ്റുള്ളവർക്കും വേണം. നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ സ്ഥലം, ആ സ്ഥലത്ത് മലിനജലം കെട്ടി നിൽക്കുന്നു. ആ മലിനജലം കെട്ടി നിൽക്കുന്നതിനാൽ അവിടെ കൊതുകുകൾ വളരുന്നു. ആ വളരുന്ന കൊതുക് അത് നമ്മുടെ വീട്ടിൽ മാത്രം വരുന്ന കൊതുകല്ല, തൊട്ടടുത്ത വീടുകളിലും ഒക്കെയും അത് പോകും. അതിന്റെ ശല്യം കൊണ്ട് ഒരു പക്ഷേ ഒരു മനുഷ്യനൊരു പനി ബാധിച്ചാൽ ഈ വെള്ളം മലിനജലം കെട്ടി നിർത്തിയ നീ അതിന് ഉത്തരവാദിയാണ്. അവന്റെ ജീവന് ഹാനി സംഭവിച്ചാൽ നിനക്കതിന് ചെറിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. വസ്ത്രം വൃത്തിയാവുക എന്നത് മന്നദു ഫസൗബുഹു ഖല്ല ഹമ്മുഹു വമൻ താബ റീഹുഹു സാദ അഖ്ലുഹു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മന്നദു ഫസൗബുഹു ഖല്ല ഹമ്മുഹു. വസ്ത്രം ഒരു മനുഷ്യന് നീറ്റായി കഴിഞ്ഞാൽ, വസ്ത്രം വൃത്തിയായി കഴിഞ്ഞാൽ അവന് ടെൻഷൻ കുറയും. വമൻ താബ റീഹുഹു സാദ അഖ്ലുഹു. ഒരു മനുഷ്യന്റെ പരിമളം നന്നായാൽ, മണം നന്നായാൽ അഖ്ല് വർദ്ധിക്കും, ബുദ്ധി വർദ്ധിക്കും. നമ്മുടെ പരിസരങ്ങൾ എപ്പോഴും വൃത്തിയുള്ളതാകണം, വൃത്തിയോടുകൂടെ സൂക്ഷിക്കാൻ കഴിയണം. വൃത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. ഇസ്ലാം അത് വൃത്തിക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തി നൽകിയ മതമാണ്. എവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ടോ അവിടെയെല്ലാം ശുചീകരണത്തിന് വകുപ്പുണ്ടാകും.
എവിടെ നിങ്ങൾ പോയിക്കോ ഒരു മുസ്ലിം പള്ളിയുണ്ടോ അവിടെയെല്ലാം ശുചീകരണത്തിന് വകുപ്പുണ്ടാകും. സ്വയം വിസർജിച്ചാൽ വിസർജിച്ച സ്ഥലം കഴുകി വൃത്തിയാക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ശരീരത്തിന്റെ ഒരു ഭാഗത്തും മാലിന്യം ഒരിക്കലും ഉണ്ടാകരുത്. വസ്ത്രത്തിൽ മാലിന്യം ഉണ്ടാകരുത്. ഒരു മനുഷ്യൻ മാലിന്യമെടുത്ത് ശരീരത്തിൽ പുരട്ടിയാൽ അത് ഹറാമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഓ സഹോദരന്മാരെ, നമ്മൾ ഓർക്കണം, വൃത്തിക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തി നൽകിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ കേന്ദ്രമായ പള്ളിയുടെ പരിസരത്ത് എപ്പോഴും വൃത്തിയാക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഇനിയും ഞാൻ പറയട്ടെ, വേറെ ഏതെങ്കിലും മതത്തിനുണ്ടോ നമ്മുടെ മതത്തിലുള്ള ചില പരിപാടികൾ? ഇപ്പോൾ വിശദമായി സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ സമയവും ഇല്ല, ഇപ്പോൾ കഴിയുകയും ഇല്ല. ഞാൻ വിശദമായ വേല കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊക്കെ എല്ലാ വിഷയത്തിലും CD ഉണ്ട്, വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി നല്ല സുഖമായിട്ട് കേൾക്കാം. എല്ലാ വിഷയത്തിലുണ്ട് CD. ചിലർക്ക് ഗണ്ണന പ്രസംഗം കേൾക്കണം, അത് 100 കണക്കിന് CD ഉണ്ട്. അല്ലാത്തത് കേൾക്കണം, അതിനുണ്ട് CD വാങ്ങി കേൾക്കാം. നിങ്ങൾക്കൊക്കെ സൗജന്യമായിട്ട് ഒരു CD തരാൻ പോകുന്നു, പൈസ ഒന്നും കൊടുക്കണ്ട. ഒരു വിഷയമാണ്. നിങ്ങൾ നോക്കി, നമ്മളെ മതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒതു കൊടുക്കുക. ഒതു കൊടുക്കുമ്പോ കുളിക്കുമ്പോ ഒക്കെ വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിലുണ്ടാവും ഇങ്ങനെ ഒരു പരിപാടി. എന്ത് ഈ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്ന് പറഞ്ഞാൽ? മൂക്കിൽ വെള്ളം കയറ്റി അതിനെ കയറ്റി ചീറ്റുക എന്നാണ്. എന്താണ് പറഞ്ഞതിനർത്ഥം? മൂക്ക് വൃത്തിയാക്കാനാണ്. ഇടയ്ക്കിടയ്ക്ക് മൂക്ക് വൃത്തിയാക്കുക. കാരണം ഈ മൂക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സൃഷ്ടിയാണ്. മനുഷ്യന്റെ ശ്വാസകോശത്തിലേക്ക് നേരിട്ട് വായു കടന്നു പോകുമ്പോ ആ വായുവിൽ പലപ്പോഴും വായുവിന്റെ കൂടെ അനധികൃതമായി പലരും കയറിപ്പോകാൻ സാധ്യതയുണ്ട്. ആ അനധികൃതമായി കയറിപ്പോകുന്ന ആളുകൾ അവിടുത്തെ ശല്യം ചെയ്യും. ആ കുഴപ്പമുണ്ടാവും. അപ്പൊ അനധികൃതമായി ആരും കയറാൻ പാടില്ല. എമിഗ്രേഷൻ ക്ലിയർ ചെയ്യാതെ ആരും പോകാൻ പാടില്ല. ഈ എമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി മൂക്കിൽ സംവിധാനം വെച്ചിട്ടുണ്ട്. ആ സംവിധാനം മൂക്കിന് മാത്രമേ ഉള്ളൂ, തൊള്ളക്കതില്ല. അതുകൊണ്ട് ആ തൊള്ള തുറന്ന് ഉറങ്ങുന്ന കുട്ടികൾക്ക് തൊണ്ടവേദനയായിരിക്കും പലപ്പോഴും. അതേ സമയത്ത് സ്ത്രീകൾ ശ്രദ്ധിക്കണം, തൊള്ള പൂട്ടിക്കളയണം. കുട്ടികൾക്ക് ഉറങ്ങുമ്പോൾ തൊള്ള തുറന്ന് ഉറങ്ങുന്ന കുട്ടികളുണ്ടാവും. അവരെ മൂക്ക് കൂടെ തന്നെ ശ്വാസം കഴിപ്പിച്ച് പഠിപ്പിക്കണം, അല്ലെങ്കിൽ തൊണ്ടക്ക് അസുഖം വരും. എന്നെ മൂക്കിന് പ്രത്യേക സംവിധാനം. മോശമായ സാധനങ്ങൾ കടന്നു പോകുമ്പോ സെക്യൂരിറ്റി ചെക്ക്, ആ ചെക്ക് കഴിഞ്ഞിട്ടേ അങ്ങോട്ട് വിടുള്ളൂ. ആ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ചിലരൊക്കെ എമിഗ്രേഷൻ പാസ്സായിട്ട് അവിടെ തന്നെ നിന്നു. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ പൊടിപടലങ്ങളുള്ള ഒരു സ്ഥലത്ത് കൂടി കുറച്ച് സമയം നടക്കുകയോ ഓടുകയോ ചെയ്തിട്ട് പിന്നെ മെല്ലെ മൂക്കിൽ ഒരു ചെറിയ പരിചയോ തുണിയോ ഇട്ട് തിരികെ നോക്കിയാൽ കാണാം എമിഗ്രേഷൻ ക്ലിയർ ആകാതെ പലരും അവിടെ ഇരിക്കുന്നുണ്ടാവും, അങ്ങോട്ട് കടക്കാൻ കഴിയാതെ. ആ സാധനങ്ങളെയൊക്കെ പിടിച്ചു വെക്കാനുള്ളൊരു സംവിധാനം മൂക്കിൽ അല്ലാഹു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ മൂക്കിൽ തന്നെ തടിച്ചു കിടന്നാലോ, അവിടെ തന്നെ ഇങ്ങനെ തടിച്ചു കിടന്നാൽ അത് വലിയ അപകടം ചെയ്യൂലേ. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി പുറത്തേക്ക് തള്ളിവിടണം, തിരിച്ചു കയറ്റണം. അതിന് തിരിച്ചു കയറ്റണം. തിരിച്ചു വരുമ്പോ ഈ എമിഗ്രേഷൻ ക്ലിയർ ആകാത്ത ആൾക്കാർ ദുബൈയിലൊക്കെ എയർപോർട്ടിൽ കുടുങ്ങിയാൽ അവർ പലപ്പോഴും അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കാൻ പറ്റും. ഇല്ലേ വേറെ ആർക്കും ടിക്കറ്റ് അവിടെ എത്തിച്ചു കൊടുക്കേണ്ടി വരും. ഇത് മൂക്കുന്ന ആരും റിട്ടേൺ ടിക്കറ്റ് കൊടുക്കൂല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ പോയിട്ട് മൂക്കുന്ന ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കാം. അതിനുള്ള സംവിധാനമാണ് മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക. ഈ മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് അങ്ങനെ ഒരു സംവിധാനം ഒരു മതത്തിന്റെ ആചാരമായി തന്നെ പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം മൂക്ക് എപ്പോഴും വൃത്തി വേണം. വായിൽ വെള്ളം കുപ്പിളിക്കണം, എന്നിട്ട് തുപ്പിക്കളയണം. തൊള്ള വൃത്തിയാക്കാൻ സംവിധാനം, പല്ല് തേക്കാൻ സംവിധാനം, അത് പ്രത്യേകം സുന്നത്ത്. പല്ല് തേക്കൽ ഞാനതാണല്ലോ പറഞ്ഞത്, പല്ല് തേക്കൽ. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ പറഞ്ഞോന്നറിയില്ല. ഈ പല്ല് തേക്കുക എന്ന് പറയുന്ന വൃത്തിയാക്കി പല്ല് തേക്കൽ എല്ലാവരും പല്ലേക്കും, എല്ലാ മതക്കാരും പല്ലേക്കും. ചിലർ കുറച്ച് കുറയും, ചിലർ കൂടുതലുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ പല്ല് തേക്ക്. ഇങ്ങനൊക്കെ പല്ല് തേച്ചിട്ടു നമ്മുടെ ദന്താശുപത്രികളിൽ ചെന്ന് നോക്കുമ്പോ ഒരുപാട് ആളുകൾ പല്ലിന് രോഗമായി, പല്ലിന് കേടായിട്ട് ധരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഏതെങ്കിലും ഒരു മൃഗാശുപത്രിയിൽ ഏതെങ്കിലും ഒരു പോത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എരുമ അല്ലെങ്കിൽ ഒരു പശു പല്ലിന് കേടായിട്ട് പല്ലെടുപ്പിക്കാൻ വേണ്ടി വന്നതായി നിങ്ങൾ അവരും കണ്ടു. ഒരു പശു പല്ലിന് കേടായിട്ട് വന്ന് പല്ലെടുക്കാൻ വേണ്ടി ഇങ്ങനെ പല്ലും ധരിപ്പിച്ചിട്ട് നമ്മൾ ഇരിക്കും പോലെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പശുവിനെയോ കാളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആട്ടിനെയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു? ഞാനിതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതായത് അതിന് പല്ലിന് അല്ലാഹു തആല നമ്മളെ പല്ല് പോലെ കേടുകളും രോഗങ്ങളും അല്ലാഹു നൽകുന്നില്ല. എന്താ കൊടുക്കാത്തതിന്റെ കാരണം? കൊടുക്കാത്തതിന്റെ കാരണം അതിന് പല്ലിന് കേടുവരാൻ കാരണമാകുന്ന പല്ല് തേക്കാതിരിക്കുക എന്ന് പറയുന്ന വിഷയം, അത് വാസ്തവത്തിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരൊറ്റ പശു പല്ല് തേച്ചിട്ടില്ല, ഒരാടും പല്ല് തേച്ചിട്ടില്ല, ഒരു പോത്തും പല്ല് തേക്കാറില്ല. എന്നിട്ടും അതിന്റെ പല്ലിന് ഒരു കേടുമില്ല. അത് സുഖസുന്ദരമായി ജീവിക്കേണ്ട ഒരു ദന്താശുപത്രിയിലും ഒരു പശുവും പോകുന്നില്ല. എന്താ? അവിടെയാണ് അല്ലാഹ് അവന്റെ നിയന്ത്രണവും അവന്റെ അധികാരവും അവന്റെ ഭരണവും
നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു രംഗമാണ്. മനുഷ്യന് പല്ല് തേക്കാൻ പറ്റുന്ന കൈ അല്ലാഹു നൽകിയിട്ടുണ്ട്. പശുവിന് പല്ല് തേക്കാൻ പറ്റുന്ന കൈ അല്ലാഹു കൊടുത്തിട്ടില്ല. പശു പല്ലേക്കാൻ ആലോചിച്ചു, പശു പല്ലേക്കും എങ്ങനെ ഉണ്ടാവും? നമ്മൾ കാലുകൊണ്ട് പല്ലേക്കുന്ന മാതിരി ഉണ്ടാവും. അപ്പൊ പശുവിന് പല്ല് തേക്കാനുള്ള കൈ അല്ലാഹു നൽകിയിട്ടില്ല. പിന്നെയോ പശുവിന് ഒരൊറ്റ ബ്രഷ് ഇറക്കുന്ന കമ്പനിയും ഇല്ല. പിന്നെയോ ഈ പശുവിന് ബ്രഷ് ഒരു മുസാക്ക് ചെത്തിയെടുക്കാൻ പറ്റുന്ന അതിലെ കയ്യുമില്ല. ആ പശുവിനെ സംബന്ധിച്ചിടത്തോളം പല്ല് തേക്കാതെ തന്നെ പല്ലിന് അല്ലാഹു ആരോഗ്യം നൽകുകയാണ്. മനുഷ്യന് പല്ല് തേച്ചില്ലെങ്കിൽ പല്ലിന്റെ ആരോഗ്യം നശിക്കും. തേച്ചാൽ തന്നെയും പലപ്പോഴും പല്ലിന്റെ ആരോഗ്യം നശിച്ചതായിട്ടാണ് നാം കാണുന്നത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമാണ്. മനുഷ്യന് കാറ്റലോഗുണ്ട്. മനുഷ്യൻ പല്ല് തേക്കണമെന്ന നിർദ്ദേശമുണ്ട്. മനുഷ്യന് വായിൽ വെള്ളം കുപ്പിളിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മനുഷ്യന് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണമെന്ന നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശങ്ങളൊന്നും പശുക്കൾക്കില്ല, ആടുകൾക്കില്ല. കാരണം മനുഷ്യൻ വിശേഷ ബുദ്ധി നൽകപ്പെടുകയും അതിന്റെ പുറമെ ശാരീരികമായി തന്നെ മറ്റ് ജീവജാലങ്ങളിൽ വ്യത്യസ്തമായി വലിയ അനുഗ്രഹം നൽകപ്പെടുകയും ചെയ്ത ഏറ്റവും ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യൻ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയണം. അതറിയാൻ വന്നുർ ഇലാ നഫ്സിക ثم انتقلي للعالم العلوي ثم السفلي تجد به صنعا بديع الحكم لكن به قام دليل العدم. മനുഷ്യൻ സ്വന്തം ശരീരത്തെ കുറിച്ച് ചിന്തിക്കണം, ഭൂമിയെ കുറിച്ച് ചിന്തിക്കണം, ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം, ഉപരിമണ്ഡലങ്ങളെ കുറിച്ച് ചിന്തിക്കണം, സസ്യങ്ങളെ കുറിച്ച് മത്സ്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, പറഞ്ഞത് തീരൂല. ഭൂമിയെ സംബന്ധിച്ച് വൈലൽ അർളി കൈഫ ഖുലിഖത്, അതേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അഫലാ യൻദുറൂന ഇലൽ ഇബ്നി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കണം. വാഹനങ്ങളെ കുറിച്ച് ചിന്തിക്കണം, ഒട്ടകങ്ങളെ കുറിച്ച് ചിന്തിക്കണം, മൃഗങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ഇരിക്കട്ടെ, അവൻ ജീവിക്കുന്ന ഭൂമിയെ കുറിച്ച് ചിന്തിക്കണം. എന്താണ് ഭൂമിയുടെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്, ശുദ്ധമായ വെള്ളം ഭൂമിയുടെ ഉള്ളിൽ അല്ലാഹു ധാരാളം മനുഷ്യന് വെച്ചിരിക്കുന്നു. ആ ഭൂമിയിൽ തന്നെയാണ് മനുഷ്യൻ മാലിന്യങ്ങൾ മുഴുവനും തള്ളിയിടുന്നത്. എല്ലാ മാലിന്യങ്ങളും സ്വീകരിക്കാനും ഭൂമിയിലുള്ള സംവിധാനം വെച്ചിരിക്കുന്നു. മറുഭാഗത്ത് ശുദ്ധമായ വെള്ളം ഭൂമിയിൽ നിന്ന് തന്നെ അല്ലാഹു നൽകുന്നു. ആ ഭൂമിയിൽ തന്നെ ഒരേ വളവും ഒരേ വെള്ളവും ലഭിച്ച് നീങ്ങുന്ന ഒരേ സ്ഥലത്ത് തന്നെ ഒരു ഭാഗത്ത് കാഞ്ഞിരും കഴിച്ചിട്ട് തൊടാൻ പറ്റാത്ത കായ, മറുഭാഗത്ത് സഹോദരന്മാരെ പുറത്തതാ കരിമ്പ്, അതിന്റെ അപ്പുറത്തതാ നല്ല മധുരമുള്ള മാങ്ങ, അതിന്റെ ഇപ്പുറത്തതാ പുളിക്കുന്ന പുളി, അതിന്റെ അപ്പുറത്തതാ കാഞ്ഞിരത്തിന്റെ കായ, അതിന്റെ ഇപ്പുറത്തതാ സുബ്ഹാനല്ലാഹ് എരിഞ്ഞിട്ട് തൊടാൻ പറ്റാത്ത പറങ്കിമുളക്, അതിനപ്പുറത്തതാ മരുന്ന്, അതിനിപ്പുറത്തതാ ഈന്ത്. സുബ്ഹാനല്ലാഹ്, ഒരു കൊല്ലം കഴിയാതെ തിന്നാൻ പറ്റൂല അങ്ങനെ ഒരു സാധനം. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സാധനങ്ങളാണ് ഒരേ മണ്ണിൽ തന്നെ ഒരേ വളം കൊണ്ട് തന്നെ ഒരു ഭൂമിയിൽ തന്നെ അല്ലാഹു സംവിധാനിച്ചത്. എന്തെല്ലാം വസ്തുക്കളാണ് ആ ഭൂമിയിൽ. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഭൂമിയിൽ നിന്ന്. മിൻഹാ ഖലഖനാകും വമിൻഹാ നുഈദുകും, മനുഷ്യനെ കൊണ്ടുപോയി വിട്ടേക്കുന്നതും അവിടെ തന്നെ. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ആ മണ്ണിൽ നിന്ന് തന്നെ മനുഷ്യനെ പിന്നീട് പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അത്ഭുതകരമായ സൃഷ്ടിയായി ഭൂമി നിലനിൽക്കുന്നു. ഭൂമിയിൽ 1000 അത്ഭുതങ്ങൾ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ ഈ സൃഷ്ടാവായ റബ്ബിനെ അറിയണം. സൃഷ്ടാവിനെ അറിയാൻ സൃഷ്ടികളെ കുറിച്ച് ചിന്ത വേണം. ആ സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ അറിയണം. സുബ്ഹാനല്ലാഹ്, ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ നല്ല ലൈറ്റുകളുണ്ട്. ഈ ലൈറ്റുകൾ ഒരുപാട് ബൾബുകൾ കത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ബൾബുകൾ മുഴുവനും കത്തിച്ചിട്ടും ഇവിടുന്ന് ഒരൽപ്പം അകലെ റോട്ടിന്റെ മേലെ ഈ ലൈറ്റ് ലഭിക്കുന്നില്ല.
ഈ ബൾബുകൾ ഇവിടെ കത്തിക്കുന്നതിനാണെങ്കിലോ അപ്പുറത്തതാ ജനറേറ്റർ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈറ്റ് ആണ്, അത് ഇലക്ട്രിക് ലൈറ്റിന് വേണ്ടിയുള്ള സംവിധാനം വെച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ മാസത്തിൽ ഒരുപാട് സംഖ്യ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ഡീസൽ ഒരുപാട് ചിലവാകുന്നു. അത് നോക്കാൻ വേണ്ടി ഓപ്പറേറ്റർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുന്നു. അവൻ അധ്വാനിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരു ചുരുങ്ങിയ ബൾബുകൾ കത്തിച്ചിട്ട് ആകെ ഒരു ചെറിയ സ്ഥലത്ത് ലൈറ്റ് കിട്ടാൻ എത്രയെത്രയാണ് പണത്തിന്റെ ചെലവ്, എത്രയെത്രയാണ് പ്രയാസം, ബുദ്ധിമുട്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ബൾബ് ഏകദേശം 15 കോടിയോളം കിലോമീറ്റർ അകലെ രാവിലെ മുതൽ അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ നാട്ടിലിങ്ങ് തന്നപ്പോൾ ആ ബൾബ് ഇപ്പോഴും കെടുത്തിയിട്ടില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വെളിച്ചം കിട്ടി വൈകുന്നേരം വരെ അതേ ബൾബ് കൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയിൽ ലൈറ്റ് കൊടുക്കുകയാണ്. നമ്മെ കിടത്തി ഉറക്കാൻ വേണ്ടി സംവിധാനം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ലൈറ്റ് കെടുത്തി തരികയാണ്. ഇനി അവർക്ക് ഉറങ്ങേണ്ട സമയമാകുമ്പോ നമ്മൾക്ക് പുറത്തേക്ക് പോകാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അതേ ബൾബ് തന്നെ കത്തുകയാണ്. അവർക്ക് ഉറങ്ങാൻ വേണ്ടി ആ ബൾബ് ഓഫാക്കി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ സൂര്യൻ എന്ന് പറയുന്ന ഒരൊറ്റ ബൾബ് അത് എത്രയോ അകലെ ഉദിച്ചപ്പോൾ അതൊരു 10-15 ചതുരശ്ര കിലോമീറ്ററിൽ മാത്രമല്ല, മറിച്ച് എത്രയോ രാഷ്ട്രങ്ങളിൽ ഒരൊറ്റ ബൾബ് കൊണ്ട് ലൈറ്റ് കൊടുക്കുന്ന റബ്ബ്, ആ റബ്ബ് അതിന്റെ വകയിൽ ഒരു ഡീസലും നമുക്ക് ചെലവ് തന്നിട്ടില്ല, ഒരു ഓപ്പറേറ്ററെയും നമ്മൾ നിശ്ചയിക്കേണ്ടി വന്നിട്ടില്ല, ഒരു നയാകാശം ബില്ലടക്കേണ്ടി വന്നിട്ടില്ല. പറയട്ടെ, വല്ലാത്ത അത്ഭുതകരമായ സൃഷ്ടിപ്പിലൂടെ മനുഷ്യന് വേണ്ട മുഴുവൻ സംവിധാനവും ചെയ്തു കൊടുത്ത റബ്ബ്, ആ റബ്ബിനെ അറിയേണ്ടതില്ലേ? ആ റബ്ബിന് വണങ്ങേണ്ടതില്ലേ? ആ റബ്ബ് തന്ന കണ്ണ് അവൻ കൽപ്പിച്ചതിലേ എനിക്ക് ചെലവഴിക്കാവൂ. അവൻ തന്ന കാതുകൊണ്ട് അവൻ അനുവദിച്ചതേ കേൾക്കാവൂ. അവൻ തന്ന കൈ കൊണ്ട് അവൻ അനുവദിച്ചതേ പിടിക്കാവൂ. അവൻ തന്ന വയറ്റിൽ അവൻ അനുവദിച്ചതേ കഴിക്കാവൂ. അവൻ തന്ന ശരീരം അവൻ അനുവദിച്ച സ്ഥലത്തെ കൊണ്ടുപോയി ഹാജരാക്കാവൂ. അവൻ തന്ന മനസ്സിൽ അവൻ ഇഷ്ടപ്പെടുന്നതേ പ്ലാൻ ചെയ്യാവൂ. ഇങ്ങനെ ആ റബ്ബ് നമുക്ക് തന്നിട്ടുള്ള കാറ്റലോഗ്, ഓരോ അവയവങ്ങളും എങ്ങനെ ചെലവഴിക്കണം, എവിടെ ചെലവഴിക്കണം, ശരീരം എവിടെ പോകണം, എവിടെ പോയിക്കൂടാ, ഏത് വിഷയത്തിൽ ഭാഗവാക്കാകണം, ഏതിൽ ഭാഗവാക്കായി കൂടാ, അങ്ങനെ അവൻ തന്ന പരിപൂർണമായ നിയമം, ആ നിയമം അനുസരിച്ച് മനുഷ്യൻ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന് അല്ലാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ഒരു കേന്ദ്രം വേണം. ആ കേന്ദ്രം ഇവിടെ മലക്കുകൾ മുഖേന നിർമ്മിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കാ, മക്കയിലുള്ള ഒന്നാമതായി നിർമ്മിക്കപ്പെട്ട റബ്ബിന്റെ ഭവനം അതാണ് കഅബ ശരീഫ്. ആ കഅബ നിർമ്മിച്ചു കൊടുത്തതിന് ശേഷമാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, അതേ മനുഷ്യനിൽ ഒന്നാമത്തെ മനുഷ്യനാണല്ലോ ശാരീരിക ലോകത്ത്, അതാ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ആത്മീയ ലോകത്ത് ഒന്നാമത്തെ മനുഷ്യൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ശാരീരിക ലോകത്ത് ഒന്നാമത്തെ മനുഷ്യൻ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിലേക്ക് മനുഷ്യനടുക്കാനുള്ള കേന്ദ്രം ലോകാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു കൊടുത്തു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലശേഷം പിന്നീട് ധാരാളം ഭവനങ്ങൾ അതേ കാലോചിതമായും അവസരോചിതമായും ആവശ്യമായ സ്ഥലങ്ങളിൽ നിർമ്മിക്കാൻ അവൻ അനുമതി കൊടുത്തു. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു, അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കപ്പെടാനാണ് പള്ളി, അത് ഉയർത്തപ്പെടാൻ അല്ലാഹു അനുമതി നൽകിയതാണ്. അതിന്റെ ഉയർച്ച സാധാരണ ഉയർച്ചയല്ല. പള്ളിയുടെ ഉയർച്ച അത് കാഴ്ചയിൽ തന്നെ ഉയർച്ച വേണം. അതിനാണ് മിനാരമൊക്കെ കൊടുക്കുന്നത്. എന്നാൽ അതിന്റെ ഉയർച്ച വലിയ ഉയർച്ചയാണ്. ഒരു സ്ഥലം പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഒരു മനുഷ്യൻ നിസ്സാരപ്പെടുത്തി കാർക്കിച്ചു തുപ്പിയാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. നേരെ മറിച്ച്
1000 കോടി ഉറുപ്പിക ചെലവഴിച്ചിട്ടൊരു ബംഗ്ലാവ് നിർമ്മിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ആ ബംഗ്ലാവിൽ കാർക്കിച്ച് തുപ്പിയാൽ ഇസ്ലാമിന് പുറത്തൊന്നും പോകില്ല, അവിടെ കഫാവെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ തുപ്പുനീരാവുന്നേ ഉള്ളൂ, വേറൊന്നും വരാനില്ല. അതേ സമയത്ത് പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം, അവിടെ ഒരു ഗ്രാനൈറ്റും മാർബിളും ഒന്നുമില്ല, പൂഴിയാണെങ്കിൽ പോലും നിസ്സാരപ്പെടുത്തിയിട്ട് അവിടെ തുപ്പിയാൽ അവൻ ഇസ്ലാം എന്ന് പുറത്തു. അത്രയും വലിയ മഹത്വം പള്ളിക്ക് അല്ലാഹു നൽകി. പള്ളി എന്നത് ചെറിയ വിഷയമല്ല. പള്ളി അല്ലാഹുവിന്റെ ഭവനമാണ്, അല്ലാഹുവിന്റെ ഭവനമാണ് പള്ളി. അതുകൊണ്ട് തന്നെ പള്ളിക്ക് ഭരണാധികാരികളില്ല. ഇടക്ക് ഞാൻ പറയട്ടെ, നമ്മുടെ സ്ത്രീകളെടുത്ത്, നമ്മുടെ സംഘാടകര് ചെറിയ കുട്ടികളെടുക്കൽ കവർ കൊടുത്തു. എല്ലാ സ്ത്രീകളും കവർ വാങ്ങി നാളെ നല്ല സംഖ്യ കൊണ്ടുവരണം, പള്ളിക്ക് സംഭാവന ഒരുക്കണം, പള്ളിന്റെ പ്രവർത്തനത്തിന് സംഭാവന ഒരുക്കണം. പള്ളിയിൽ നിങ്ങൾ വരില്ല. അത് ഞാൻ ശേഷം ഈ ആയത്തിന്റെ ബാക്കി പറയുമ്പോൾ പറയാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് വരാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല. കാരണം നിങ്ങളോട് അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹു നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല, നിങ്ങളോട് വെറുപ്പുണ്ടായിട്ട് പള്ളിയിൽ കയറണമെന്ന് വെച്ചതല്ല. അങ്ങനെ അല്ലാഹു നിങ്ങളോട് ഒരു വെറുപ്പില്ല. അല്ലാഹു തആല ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിലേക്ക് നിങ്ങൾ അല്ലാഹു ക്ഷണിച്ചിട്ടുണ്ട്. അതാണ് കഅബ ശരീഫിന്റെ അടുക്കലേക്ക് ക്ഷണിച്ചു. ഹജ്ജിന് വേണ്ടി ചെല്ലാൻ വേണ്ടി പറഞ്ഞില്ല, എല്ലാ സ്ത്രീകളോടും പള്ളിയിൽ കയറാതെ തവാഫ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിലേക്ക് തന്നെ അല്ലാഹു തആല നിങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അല്ലാഹു തആല അവഗണിച്ചതല്ല. നിങ്ങൾ ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകണ്ടെന്ന് അല്ലാഹു തആല നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ട് തന്ന നിയമമാണ്. കാരണം നിങ്ങൾക്ക് അത് വലിയ പ്രയാസമുള്ള വിഷയമാണെന്ന് അല്ലാഹുവിന് അറിയാം. വലിയ പ്രയാസമുള്ള വിഷയമാണ്. സ്ത്രീകൾ, നിങ്ങളൊന്ന് ആലോചിച്ച്, രാവിലെ സുബഹിക്ക് 4:30 മണിക്ക് ഒരു പെണ്ണ് ടോർച്ച് മേടിച്ചിട്ട് പള്ളിയിൽ വരണമെന്ന് പറഞ്ഞാൽ അത്ര കുടുങ്ങിയ ഒരു പെണ്ണ് ദുനിയാവിൽ വരാറെങ്കിലും ഉണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങൾക്ക് കൊടുത്ത നിയമമാണ് 4:30, 4:45, 5 മണിക്കൊക്കെ ടോർച്ച് എടുത്ത് പള്ളിയിൽ വരണം. ലൈറ്റ് കിടക്കുന്നെങ്കിൽ പോയാലും പോയില്ലെങ്കിലും ടോർച്ച് കത്തിയാലും കത്തിയില്ലെങ്കിലും പുരുഷനാണെ ഭയപ്പെടാനില്ല. നേരെ മറിച്ച് പെണ്ണിനങ്ങനെ പോകണമെന്ന് നിയമം വെച്ചാൽ വലിയ കുഴപ്പമാണ്, വലിയ പ്രശ്നമാണ്. ഇനി ഭർത്താവിന്റെ കൂടെ കാറിൽ പോവാണ് ഞങ്ങൾ എന്ന് വെച്ചാലോ, എന്നാലും പക്ഷെ ബുദ്ധിമുട്ട് തന്നെ. കാരണം കാറിൽ ഭർത്താവ് ഇങ്ങനെ വന്നിറങ്ങുക, നമ്മൾ ആചാരം ഇറങ്ങുക, ആചാരം കൂടെ ഒരു പെണ്ണും വന്നിറങ്ങുക. അങ്ങനെ ഒരാഴ്ച ഇറങ്ങി നോക്കുമ്പോൾ പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ പെണ്ണിനെ കാണുന്നില്ല. അപ്പൊ ചെറുപ്പക്കാരൻ ഒരാൾ ചോദിച്ചു, എല്ലാ ആചാര്യങ്ങളും ഭാര്യ എന്താ കാണാത്തത്? ഇപ്പൊ കുറച്ച് ദിവസം ലീവാണ്, കുറച്ച് ദിവസം കാരണം നിസ്കാരം തന്നെ ഇല്ലാത്ത ചില സമയമുണ്ട് സ്ത്രീകൾക്ക്. അപ്പൊ ഇപ്പൊ ലീവാണ്. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ രണ്ടാമത് ആചാരം കൂടെ പട്ടിയിൽ ഇവിടെ വന്നിറങ്ങുന്നത്. ആ ആചാരം ലീവൊക്കെ കഴിഞ്ഞു, ആ കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ്. ഈ ഭർത്താവും ഭാര്യയും മാത്രം അറിയേണ്ട രഹസ്യം നാട്ടിലെ മഹല്ലത്തിലുള്ള എല്ലാവരും അറിയാൻ കാരണമായി. ഭർത്താവും ഭാര്യയും മാത്രം അറിയേണ്ട പെണ്ണിന്റെ രഹസ്യം നാട്ടിലെ മഹല്ലത്തിലുള്ള മുഴുവൻ ആളും അറിയാൻ കാരണം ഇതെപ്പാ തുടങ്ങുന്നത്, എപ്പാ തീരുന്നു. ഇങ്ങനത്തെ ഒരു വഷളാകുന്ന ഏർപ്പാട് സ്ത്രീകൾക്ക് അല്ലാഹു തആല കൊടുക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനല്ലാതെ പള്ളിയിലേക്ക് സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പോകണമെന്ന് പറയില്ല. ഓ സഹോദരന്മാരെ, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞത് കണ്ടില്ലേ? ഫീ ബുയൂത്തിൻ അദ്നല്ലാഹു അൻ തുർഫഅ വയുസ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അതേ ആ പള്ളിയിൽ അല്ലാഹുവിന്റെ നിസ്കാരം നിർവഹിക്കുന്നു ആര്? റിജാലുൻ, പുരുഷന്മാര്. പുരുഷന്മാരാണ് പള്ളിയിൽ നിസ്കരിക്കുന്നതെന്ന് ഖുർആൻ പ്രത്യേകം എന്തേ പറഞ്ഞത്? മനുഷ്യന്മാര് എന്നല്ല പറഞ്ഞില്ല. കാരണം സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തിന് വരൽ അത് ഇസ്ലാമിലില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുന്ന ഒരു പെണ്ണിനും ജുമുഅ ജമാഅത്തിന് പള്ളിയിൽ വരുന്ന ഏർപ്പാടുണ്ടാവുകയില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂല് വീടാണ് ഖൈറെന്ന് പറയുമ്പോ അല്ല, റസൂലുള്ള പറഞ്ഞത് ഞങ്ങൾ സ്വീകരിക്കൂല, റസൂലുള്ള ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങൾക്ക് ഖൈർ പള്ളിയാണെന്നൊരു പെണ്ണ് പറഞ്ഞാൽ ആ പെണ്ണ് റസൂലുള്ളാഹി അംഗീകരിക്കാത്ത പെണ്ണല്ലേ? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, സ്വന്തം മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, 1,00,000 ഇരട്ടി കൂലി കിട്ടുന്ന മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്ന് നിസ്കരിക്കുന്നുണ്ടായിട്ട് പോലും സ്വന്തം ബാപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആയിഷ ബീവിയുടെ ബാപ്പ, ഏറ്റവും വലിയ വലി, ഏറ്റവും വലിയ ഔലിയാക്കൾ അവിടെ പിന്തുടർന്ന് നിസ്കരിക്കാൻ ആ ജമാഅത്തിനുണ്ടായിട്ട് പോലും ഒരൊറ്റ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാത്ത, ഒരൊറ്റ
പെണ്ണിന്റെ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാത്ത ഏറ്റവും വലിയ സംശുദ്ധരായ ജനങ്ങളുണ്ടായിട്ട് പോലും ആ പള്ളിയിൽ പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് എത്രയോ ഖൈറ് നിങ്ങളെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളാണെന്ന് പള്ളിയിലേക്ക് വരാൻ സമ്മതം ചോദിച്ച ഉമ്മൈദിന് സായിദിയോടടക്കം റസൂലുള്ള പറഞ്ഞതിനാൽ അവിടുത്തെ ഒരു ഭാര്യമാരും ജുമാ ജമാഅത്തിന് പള്ളിയിലേക്ക് പോയില്ല. ഒരു പെണ്ണും ഒരു മക്കളും പെൺകുട്ടികളും പോയില്ല. അവരുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണും റസൂലുള്ളാഹിനെ തള്ളിയിട്ട് പള്ളിയിലേക്ക് ജുമാ ജമാഅത്തിന് പോകൂല. ഇരിക്കട്ടെ സഹോദരിമാരെ, പക്ഷേ സംഭാവന നിങ്ങളും കൊടുക്കണം. സംഭാവന ഞങ്ങൾ കൊടുക്കുന്നത്, ഞങ്ങൾ പള്ളിയിലേക്ക് വരുന്നില്ലല്ലോ, സംഭാവന കൊടുക്കണം. അതങ്ങനെയല്ലേ പല വിഷയവും. ഒരാൾ പുതിയാപ്പിളയാകുന്ന സമയത്ത് അയാൾക്ക് പലരും കവർ കൊടുക്കും. പക്ഷെ ഭാര്യ വീട്ടിൽ പോകുമ്പോ എന്നെയും കൂട്ടണമെന്നല്ല, ഭാര്യ വീട്ടിൽ പോകുമ്പോ അല്ലെങ്കിൽ ഭാര്യന്റെ റൂമിലേക്ക് എന്നെയും കൂടി കയറ്റണമെന്നല്ല, അതില്ല. അത് പ്രൈവറ്റ് റൂമിലേക്ക് അയാൾ മാത്രമേ കൊടുക്കൂ. കവർ കൊടുക്കൽ എല്ലാവരും കൊടുക്കും. അത് സാധാരണയാണ്, എല്ലാവർക്കും നീണ്ട മസലയാണ്. അപ്പോ സംഭാവന എല്ലാവരും കൊടുക്കണം. സ്ത്രീകൾ കൊടുക്കണം, പുരുഷന്മാർ കൊടുക്കണം. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഭവനം, ആ ഭവനത്തിൽ നിന്നുള്ള ദിക്ർ, ബാങ്ക്, അത് സ്ത്രീകൾക്കും കേൾക്കാം. അത് വലിയ മഹത്വമുള്ള ദിക്റാണ് ബാങ്ക്. അത് സ്ത്രീകൾക്കും കേൾക്കാം. അത് പള്ളി ഉണ്ടെങ്കിലല്ലേ കേൾക്കൂ. അതവർക്കും കേൾക്കാം, അവർക്കും അതിനുത്തരം ചെയ്യാം, അവർക്കും ദിക്ർ ചൊല്ലാം. പക്ഷേ അവർ സ്വന്തത്തിൽ ബാങ്ക് കൊടുക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ബാങ്ക് കൊടുക്കുക എന്നത് അതൊരു പ്രബോധനമാണ്, പരസ്യമായ പ്രബോധനമാണ്. ദഅവത്തു താമ്മ എന്നാണ് ബാങ്കിന് പേര്, പരിപൂർണമായ പ്രബോധനം. അതുകൊണ്ട് ആ ബാങ്കിന്റെ ശേഷമുള്ള ദിക്ർ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ഈ പരിപൂർണമായ പ്രബോധനത്തിന്റെ നാഥനായ അല്ലാഹ്, പരിപൂർണമായ ഒരു പ്രബോധനമാണ് ബാങ്ക്. പരസ്യമായ പ്രബോധനത്തിന് ഇറങ്ങേണ്ടവരല്ല സ്ത്രീ. അതുകൊണ്ട് തന്നെ പെണ്ണ് പരസ്യമായി ബാങ്ക് വിളിച്ചാൽ അത് ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരൊറ്റ പെണ്ണ് പരസ്യമായി ബാങ്ക് കൊടുത്തിട്ടില്ല, ജുമയുടെയോ ജമാഅത്തിന്റെയോ ബാങ്ക് വിളിച്ചിട്ടില്ല. ഇന്ന് വരെ മക്കയിലോ മദീനയിലോ മുസ്ലിം ലോകത്തൊരു പെണ്ണ് ബാങ്ക് വിളിച്ചിട്ടില്ല. കാരണം പെണ്ണിനെ അവഗണിച്ചതല്ല, പരസ്യമായി രംഗത്ത് വന്നുകൊണ്ട് പരസ്യമായുള്ള പ്രബോധനത്തിന് പെണ്ണനുയോജ്യമല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ പ്രബോധനം പരിപൂർണമായ പ്രബോധനമാണ് ബാങ്ക്. ആ ബാങ്ക് കൊടുക്കുന്നവനെ ശ്രദ്ധിച്ച് കേൾക്കൽ സുന്നത്താണ്. ബാങ്ക് കൊടുക്കുന്നവൻ വലിയ ബഹുമാനമുള്ള ആളാണ്. ബാങ്ക് കൊടുക്കുന്നവനെ നോക്കൽ സുന്നത്താണ്. പിന്നെയോ അല്ലേ, കമ്മിറ്റി പ്രസിഡന്റിനെ നോക്കല് സുന്നത്തില്ല, സെക്രട്ടറിനെ നോക്കല് സുന്നത്തില്ല. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവനെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നോക്കല് സുന്നത്താണ്. അതുപോലെ അവന്റെ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കല് സുന്നത്താണ്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ ഡ്യൂട്ടി വേണ്ട എന്ന് പറഞ്ഞത് നോക്കാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ലല്ലോ. അവളുടെ ശബ്ദം കേട്ട് ആസ്വദിക്കാനുള്ളതല്ലല്ലോ, അവളെ നോക്കി ആസ്വദിക്കാനുള്ളതല്ലല്ലോ. അതുകൊണ്ട് പെണ്ണിന് ബാങ്ക് കൊടുക്കൽ ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാര് പറഞ്ഞു. പക്ഷേ സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചു, നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ വലത്തേ ചവിട്ടിൽ ബാങ്കുണ്ട്, ഇടത്തേ ചവിട്ടിൽ ഇഖാമത്ത് സുന്നത്തുണ്ട്. ആ ബാങ്ക് നിങ്ങൾക്കും കൊടുക്കുന്നതിന് വിരോധമില്ല. അതിന് പുരുഷൻ വേണമെന്നില്ല. കാരണം അത് പരസ്യമായി കൊടുക്കുന്ന ബാങ്കല്ല, ഈ പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയുടെ ചെവിട്ടിൽ കൊടുക്കുന്ന ബാങ്കാണ്. അതുകൊണ്ട് മറ്റൊരു അന്യപുരുഷൻ ആകൃഷ്ടനാകാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അപകടം വരാനോ സാധ്യതയുള്ള ബാങ്കല്ലല്ലോ. അതേസമയത്ത് ജുമാ ജമാഅത്തിന്റെ ബാങ്ക് അത് പുരുഷന്മാർക്കേ നിർദ്ദേശമുള്ളൂ. സ്ത്രീകൾക്ക് ജമാഅത്തായവരെ വീടുകളിൽ വെച്ച് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുമ്പോഴും അല്ലാതെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഇഖാമത്ത് കൊടുക്കൽ അവർക്കും നല്ലതാണ്. പക്ഷേ അത് പരസ്യമായി ഉറക്കെ കൊടുക്കുന്ന വിഷയമല്ല, അത് പതുക്കെ കൊടുക്കുന്ന കാര്യമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഹജ്ജിന് പോകുന്ന സമയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഉറക്കെ ചൊല്ലൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. സ്ത്രീകൾ അത് പതുക്കെ
ചൊല്ലല് സുന്നത്താണ്. സഫാ മർവന്റെ ഇടയ്ക്ക് അതാ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് അല്പം ഓടൽ സുന്നത്തുണ്ട്. പക്ഷെ ആ ഓട്ടം പുരുഷന്മാർക്ക് മാത്രമാണ് സുന്നത്തായ ആ ഓട്ടം. സ്ത്രീകൾക്ക് ഓട്ടം സുന്നത്തില്ല. അവര് നടക്കാനേ പറ്റൂ. കഅബ ശരീഫ് ചുറ്റുന്ന സമയത്ത് ചില തവാഫുകളിൽ തുള്ളി തുള്ളി ഒരു ചെറിയ ഓട്ടം പോലെ ചാട്ടം പോലെയുള്ള നടത്തമുണ്ട്. ആ നടത്തം സ്ത്രീകൾക്ക് സുന്നത്തില്ല, പുരുഷന്മാർക്ക് മാത്രമാണ് സുന്നത്ത്. കാരണം പെണ്ണങ്ങനെ രംഗത്ത് വരേണ്ടവളല്ല, ജോറ് പ്രകടിപ്പിക്കേണ്ടവളല്ല. അവൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി സമാധാനത്തോടെ ജീവിക്കേണ്ടവളാണ്. അങ്ങനെ ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സമ്പത്തുകളും മുഴുവൻ ചെലവുകളും മുഴുവൻ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മുഴുവനും പുരുഷൻ കൊടുക്കേണ്ടതാണ്. പുരുഷന് ഇങ്ങോട്ട് പെണ്ണ് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഖുർആനിലില്ല. എന്തെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുത്താൽ അത് അവൾക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ കൊടുത്താൽ അത് വാങ്ങുന്നതിന് വിരോധവുമില്ല. അതേ സമയത്ത് എന്തെങ്കിലും അങ്ങോട്ട് പെണ്ണ് കൊടുക്കണമെന്നൊരു നിയമം പരിശുദ്ധ ഇസ്ലാമിലില്ല. പുരുഷൻ കിടപ്പറ കൊടുക്കണം, ഭാര്യയ്ക്ക് കിടപ്പറ കൊടുക്കണം, ഭാര്യ ഭർത്താവിന് അറ കൊടുക്കണമെന്ന് ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ പുരുഷൻ ആവശ്യമായതെല്ലാം ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കണം. നേരെ മറിച്ച് ഭാര്യ ഇങ്ങോട്ട് വാങ്ങിക്കൊടുക്കണമെന്ന് നിയമമില്ല. അങ്ങനെ പരിപൂർണ സംരക്ഷണം പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. അവരുടെ ശരീരത്തിനും അവരുടെ അഭിമാനത്തിനും ക്ഷതം വരുന്ന ഒരു നിയമവും ഇസ്ലാമിലില്ല. 5 നേരത്തെ നിസ്കാരത്തിനും ജുമഅക്കും പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് അവളുടെ അഭിമാനത്തിന് ക്ഷതം വരാൻ കാരണമാണ്. അവൾക്ക് മനസ്സിന് പ്രയാസമാണ്. മുല കുടിക്കുന്ന കുട്ടിയെ വളർത്തുന്നതിന് ബുദ്ധിമുട്ടാണ്. വീട്ടിലുള്ള മറ്റു മക്കളുടെ വളർച്ചയ്ക്ക് അപകടമാണ്. അങ്ങനെയുള്ളൊരു നിയമം ഇസ്ലാം കൊടുത്തിട്ടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയുടെ ബഹുമാനമാണ്. പള്ളിക്ക് ഭരണാധികാരികളില്ല. പള്ളിക്ക് ഭരണാധികാരിയില്ല എന്ന് പറഞ്ഞാൽ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവും. അതൊന്നും ഭരണാധികാരിയല്ല. ഞാനും കുറെ പള്ളിന്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെയാണ്. സിറാജുൽ ഹുദയുടെ സമ്മേളനം നേരത്തെ ഇവിടെ ഹസനി പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിന് പ്രചരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണല്ലോ. അപ്പൊ നിങ്ങളോട് പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു മോശമായി പോണ്ട, അതുകൊണ്ട് പറയുന്നില്ല. നല്ല പ്രചരണം നടത്തണം. കോഴിക്കോട്ടും പരിസരങ്ങളിലും സിറാജുൽ ഹുദയുടെ പ്രചരണം മറന്നുപോകാതിരിക്കാൻ വേണ്ടി ഓരോ കലണ്ടർ എല്ലാവരും വാങ്ങിയാലും 1ാമത്തെ പേജിൽ തന്നെ അതിന്റെ പരസ്യം ഉണ്ടാവും. ജനുവരി 29, 30, 31 തീയതികളിലാണ്. അപ്പൊ എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. സിറാജുൽ ഹുദ അതിന്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോഴും അതിലേക്ക് പറയുന്നില്ല. 25ഓളം മദ്രസ ഉണ്ട്, 50ഓളം പള്ളിയുണ്ട്, ദേവാ കോളേജ് 2 ഉണ്ട്, ശരീഅത്ത് കോളേജ് ഉണ്ട്, പിന്നെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്, അഗതി അനാഥാലയം ഉണ്ട്, ഉറുദു കോളേജ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് 8000 കുട്ടികൾ സിറാജുൽ ഹുദയുടെ കീഴിൽ പല സ്ഥലങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട്. ആ സ്ഥാപനം അതിന്റെ സമ്മേളനം അങ്ങനെ സാധാരണ കഴിക്കാറില്ല. ഇപ്പൊ ഒരു 20ാം ഭാഷ, മുമ്പ് ഒരു 10ാം ഭാഷയും വെച്ചു. അപ്പൊ അതിന്റെ പ്രചരണത്തിന് നിങ്ങളൊക്കെ ആകെ 10 കൊല്ലം കൈമാറിനപ്പം വന്നപ്പോ ബേജാറാവുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും അതിന്റെ സമ്മേളനത്തിൽ നല്ല പ്രചരണം നടത്തണം. നന്നായിട്ട് ആ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം സഹകരിക്കണം. ഇത്ര മാത്രമേ ഇപ്പൊ പറയുന്നത്. ഇഹ്യാ സുന്നയുടെ സമ്മേളനം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജാമിയ സൈദിയുടെ സമ്മേളനമുണ്ട്, അതുപോലെ ഹിക്കമിയുടെ സമ്മേളനമുണ്ട്, നമ്മുടെ വെട്ടിച്ചിറ മജ്മഇന്റെ സമ്മേളനമുണ്ട്, ജാമിയ ഹസനിയുടെ സമ്മേളനമുണ്ട്, വയനാട്ടിൽ ദാറുൽ ഫലാഹിന്റെ സമ്മേളനമുണ്ട്, ഇൻഷാ അല്ലാഹ് മഖറിന്റെ സമ്മേളനം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമ്മേളനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾ എല്ലാം അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാറ്റിനും എല്ലാവരും സഹകരിക്കണം. നമ്മൾ സുന്നികളെ പരിപാടി ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു മക്ബറുണ്ട്, ഒരുപാട് നേർച്ചകൾ കിട്ടുന്ന മക്ബറയാണ്. മക്ബറയിൽ വന്നിട്ട് ഒരാൾ ദ്വാരക്കുമോ ആദ്യം തന്നെ ഫാത്തിഹ ഇലാ ഹദ്റത്തിൻ നബി സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ അൽ ഫാത്തിഹ. ഫാത്തിഹ ഇവിടെ സിയാറത്ത് ചെയ്യുന്ന ഇവിടെയാണ് ആദ്യത്തെ ഫാത്തിഹ മദീനയിലേക്ക്. പിന്നെ ആ ഫാത്തിഹയിൽ ശേഷം നമ്മൾ ദ്വാരക്കുന്നതോ എല്ലാ മഹാന്മാരുടെ പേരിലും ഫാത്തിഹ ഹദിയത് ദ്വാരക്കുന്നു. നമുക്ക് വിവേചനമില്ല. ഇവിടുത്തെ ആണ്ടാണ്, അല്ലെ ഇവിടുത്തെ സിയാറത്താണ്, അല്ലെ ബാപ്പാന്റെ ആണ്ടാണ്. ബാപ്പാന്റാണ്, ദ്വാ എല്ലാവർക്കും. ഇതുപോലെയാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ. ഏത് സ്ഥാപനത്തിന്റെ വാർഷികമാണെങ്കിലും അതൊക്കെ എല്ലാ സ്ഥാപനത്തിന്റെയും വാർഷികമാണ്. മർക്കസ് സഖാഫത്ത് സുന്നിയ നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ ഒരു മാതാവിനെ പോലെയാണ്. അല്ലാഹു തആല എല്ലാ സ്ഥാപനങ്ങളും പുരോഗമിപ്പിക്കുമാറാകട്ടെ. അപ്പൊ ഏത് സ്ഥാപനങ്ങളും അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ അതെല്ലാം ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഭവനമായ പള്ളി, അതിന് ഭരണാധികാരികളില്ല. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? പള്ളിക്ക് ഭരണാധികാരിയില്ല. അപ്പൊ പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഭരണാധികാരിയല്ല. പ്രസിഡന്റും സെക്രട്ടറി ഖജാജിയൊന്നും ഭരണാധികാരിയില്ല. അള്ളാന്റെ വീടാണെന്നില്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങി. അള്ളാന്റെ വീട് ഭരിക്കാൻ പിന്നെ ഒരു പ്രസിഡന്റ്. അള്ളാന്റെ വീട് ഭരിക്കുന്ന പ്രസിഡന്റ് പ്രസിഡന്റ് അള്ളാന്റെ വീട് ഭരിക്കുന്ന പ്രസിഡന്റ് അള്ളാന്റെ കൺമരിയാണ്.
അപ്പൊ അള്ളാഹുവിന്റെ ഭവനമായ പള്ളിക്ക് പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ഖജാൻജി ഉണ്ട്, പക്ഷെ ഭരണാധികാരിയല്ല. അള്ളാഹുവിന്റെ ഭവനം ഭരിക്കാൻ അടിമകളിൽ ഒരാളുമില്ല. പിന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മാന എന്താണ്? പള്ളിയുടെ ഭരണാധികാരിയല്ല, പള്ളിക്ക് സേവനം ചെയ്യുന്നവനാണ്. പള്ളിയിലെ ജമാഅത്ത് നടന്നില്ലെങ്കിൽ ഉത്തരവാദിയാണ്. പള്ളിയിൽ ഹൗദിൽ വെള്ളമില്ലെങ്കിൽ ഉത്തരവാദിയാണ്. അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ പല്ലിക്കാട്ടം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് ഉത്തരവാദിയാണ്. അപ്പോൾ അവിടെ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട് പള്ളി വൃത്തിയാക്കാൻ. പള്ളി വൃത്തിയാക്കാൻ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്. അയാളെ നിശ്ചയിച്ചാലും ശരി, നിശ്ചയിച്ചില്ലെങ്കിലും ശരി, പള്ളിയിൽ കയറി വന്നപ്പോ ഒരു സ്ഥലത്ത് പല്ലിക്കാട്ടം കണ്ടാൽ കണ്ടവൻ ഉടനെ തന്നെ എടുത്തു നീക്കൽ നിർബന്ധമാണ്. ഏൽപ്പിക്കപ്പെട്ട ആളെ കാത്തു നിൽക്കൽ പാടില്ല. കണ്ടവൻ ആരാണെങ്കിലും എടുത്തു നീക്കൽ അപ്പോൾ തന്നെ നിർബന്ധമാണ്. ഒരാളെയും കാത്തു നിൽക്കാൻ പറ്റൂല. ഫത്ഹുൽ മുഈനിൽ മസ്അല കാണാം. പ്രത്യേകം ആളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ആരെയും കാത്തു നിൽക്കാതെ നജസ് എടുത്ത് നീക്കിക്കൊള്ളണം. പള്ളിയുടെ തൊട്ടടുത്തുള്ള മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, ഖജാൻജിയാണ്. അതേ ഉത്തരവാദിത്വമുള്ളവർ ശരിക്കത് നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വവും അവർക്കുണ്ട്. അപ്പൊ പള്ളിയുടെ സമീപത്ത് അല്ലാഹുവിന്റെ വീട്ടിലേക്ക് അവന്റെ അടിമകളെ ക്ഷണിച്ചപ്പോൾ, നിസ്കരിക്കാൻ വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ പള്ളിയിലേക്ക് വരുന്നൊരു മനുഷ്യൻ അദ്ദേഹം ഒന്ന് മൂത്രമൊഴിക്കാൻ കയറുമ്പോ ആ മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി, ഓ സഹോദരന്മാരെ, കമ്മിറ്റിയിലെ ഓരോ മെമ്പറും ഉത്തരവാദിയാണ്. പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ഉത്തരവാദിയാണ്. ഈ ഉത്തരവാദിത്വമുള്ള സേവകൻ എന്നാണ് ഏത് പള്ളിയുടെയും പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. അല്ലാതെ റബ്ബിന്റെ വീട് ഭരിക്കുന്നവരല്ല. റബ്ബിന്റെ വീട് ഭരിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഈ ബോധം ഏത് പള്ളി കമ്മിറ്റിയുടെ പ്രവർത്തകന്മാർക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഇടയ്ക്കൊക്കെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ ഉണ്ടാകും. ആ ടോയ്ലറ്റ് ഇടയ്ക്കൊക്കെ കമ്മിറ്റിയിലുള്ള ചില ആളുകളൊന്ന് തുറന്നു നോക്കണം. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? സുബ്ഹാനല്ലാഹ്, ചില സ്ഥലത്ത് പള്ളിയുടെ സമീപത്തുള്ള ബാത്റൂം അതൊന്ന് കയറിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, ബനൂ ഇസ്രായേലിന്റെ കാലം എന്ന് പറഞ്ഞ് മൂസാനബിന്റെ കാലത്തെങ്ങാനും ഒന്ന് വൃത്തിയാക്കിയതാണെന്ന് തോന്നും. വെളുത്ത ക്ലോസറ്റ് മഞ്ഞ കളറായി മാറിയിട്ട് മഞ്ഞപ്പിത്തം പിടിച്ച മാതിരി ഉണ്ടാകും. ഇത് നമ്മളെ പള്ളിയുടെ സമീപത്ത് അത്തരത്തിലുള്ള ക്ലോസറ്റ് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പള്ളിയുടെ പരിസരത്ത് അത്തരത്തിലുള്ള വൃത്തികെട്ട മൂത്രപ്പുര ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പള്ളികൾ എപ്പോഴും ഏറ്റവും നീറ്റായി നിൽക്കണം. അതിന്റെ പരിസരങ്ങൾ നീറ്റായി നിൽക്കണം. ഇത് അല്ലാഹുവിന്റെ വീടാണെന്ന ബോധം വേണം. ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ, ഓ മനുഷ്യ, നീ ചെരിപ്പഴിക്കണം. ചെരിപ്പഴിക്കുമ്പോൾ നീ ഇടത്തെ കാലിന്റെ ചെരുപ്പ് ആദ്യം വഹിക്കണം. പക്ഷേ നീ കാലെടുത്ത് വെക്കരുത്, ചെരുപ്പിന്റെ മേലെ തന്നെ വെക്കണം. എന്നിട്ട് നിന്റെ വലത്തെ കാലിന്റെ ചെരിപ്പഴിക്കണം. എന്നിട്ട് ആ വലത്തെ കാൽ ആദ്യം പള്ളിയിലേക്ക് വെക്കണം. വെക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലണം. പോരാ, അല്ലാഹുവിന്റെ ദിക്ർ മാത്രം പോരാ. അതേ വറഫഅനാ ലക ദിക്റക, അല്ലാഹുവിനെ പറയുന്ന സ്ഥലത്തൊക്കെ അവന്റെ ഹബീബിന്റെ പേര് പറയണം. അതുകൊണ്ട് തന്നെ പള്ളി കയറുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് നീ അല്ലാഹുവിന്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന നടത്തണം. ആ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണം അല്ലാഹ് എന്ന ദുആ. കാരണം അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ വരുന്നത് എന്തിനാണ്? അവന്റെ കാരുണ്യം കിട്ടാനാണ്. ആ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണം അല്ലാഹ്. ഈ അർത്ഥം വരുന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് പള്ളിയിലേക്ക് കടക്കേണ്ടത്. പള്ളിയിൽ കടന്നാൽ ഉടനെ 2 റക്അത്ത് തഹിയ്യത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അത് നമ്മൾ നിസ്കരിക്കണം. ആ കടക്കുന്ന സമയം തന്നെ നമ്മൾ മറ്റൊരു സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തഹിയ്യത്തിനെ കരുതിയാൽ രണ്ടിന്റെയും പ്രതിഫലം ഒന്നായി ലഭിക്കും. എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ,
തഹയ്യത്തിന്റെ പ്രതിഫലവും നമ്മൾ ഇശാഇന്റെ മുമ്പാണ് കടക്കുന്നതെങ്കിൽ ഇശാഇന്റെ മുമ്പുള്ള സുന്നത്തും കരുതി, തഹയ്യത്തും കരുതി, വുദു എടുത്തിട്ടാണ് കടക്കുന്നെങ്കിൽ വുദുവിന്റെ സുന്നത്തും കരുതി, ഇങ്ങനെ 3 സുന്നത്തുകൾ കരുതിയാൽ 6 റകഅത്തിന്റെ പ്രതിഫലം 2 റകഅത്ത് കൊണ്ട് ലഭിക്കും. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതുകൊണ്ട് പള്ളിയിൽ കടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭവനത്തിൽ കടക്കുകയാണെന്ന നിലക്ക് കടക്കണം. ഇനി ഒന്നുകൂടി പറയുന്നു, ആ പള്ളിയിൽ കടന്ന മനുഷ്യൻ പിന്നെ അനാവശ്യമായ ഒരു സംസാരം സംസാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അൻസദ ളാലതൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോയ സാധനം അന്വേഷണം നടത്തിയാൽ, പള്ളിയിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോയ സാധനം അന്വേഷണം നടത്തിയാൽ, എന്റെ ഒരു വാച്ച് പോയിട്ടുണ്ട്, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നവനോട് പറയണം, ലാ റദ്ദഹല്ലാഹു ലക്, അല്ലാഹ് നിനക്കത് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. അല്ലെങ്കിൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, ലാ, ഇനി മേലിൽ അങ്ങനെ പറയരുത്, റദ്ദഹല്ലാഹു ലക്, അത് അല്ലാഹ് നിനക്ക് തിരിച്ചു തരട്ടെ. അങ്ങനെയും ആ ഹദീസിന് അർത്ഥമുണ്ട്. ഇരിക്കട്ടെ, 2 അർത്ഥവുമുള്ള വാചകം റസൂലുള്ളാഹി മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. അതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ്. ഇത്തികാഫിനെ കരുതിയിട്ട് ഇത്തികാഫിലും ദിക്റിലും സലാത്തിലും ഖുർആനോത്തിലും നിസ്കാരത്തിലും നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിലും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതിലും ഇൽമു പറയുന്നതിലുമായി പള്ളിയിൽ നമ്മൾ ജീവിക്കണമെന്ന് കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എന്റെ ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. പറഞ്ഞിട്ട് അല്ലാഹുവോട് ദുആക്കുന്നതിന് തെളിവുണ്ടോ? അതിന് നിങ്ങളൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ കഴിഞ്ഞ 7ാം ഖണ്ഡനം നാദാപുരത്ത് നടത്തിയ ഇസ്തിഗാസയിൽ ഇമാമുകളും നടന്ന CD അതൊന്ന് വാങ്ങി കേട്ടാൽ മതി. അതിൽ വിശദമായി പറഞ്ഞു. ഹഖ് ജാവ് കൊണ്ട് പറയാൻ എന്താ തെളിവ് ചോദിച്ച ഒരാൾ. അപ്പൊ ഞാൻ അതിന്റെ തെളിവ് ശരിക്കും കണ്ട് പറഞ്ഞു കൊടുത്തു. അയാളെ നേതാക്കന്മാരും എഴുതിയ ഹദീസുകളിൽ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു കൊടുത്തു. ആ CD എല്ലാവരും കേൾക്കുക, അതിന് നിങ്ങൾ സംവിധാനം ഉണ്ടാക്കുക, നിങ്ങൾ കേൾക്കുക, പഠിക്കുക. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. ഇപ്പോൾ അതിലേക്ക് കിടന്ന് സംസാരിക്കാൻ സമയമില്ല, അന്നേരം എന്റെ ട്രെയിനങ്ങ് പോകും. അതുകൊണ്ട് പ്രസംഗിച്ചു വെച്ച CD ഉണ്ടല്ലോ, അത് വാങ്ങി കേട്ടാൽ മതി. അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമികളെയും ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് ഞാൻ ഇസ്തിഗാസയെ സംബന്ധിച്ചും തവസ്സുലിനെ സംബന്ധിച്ചും വിശദമായി സംസാരിച്ച CD ഉണ്ട്. അത് കേൾക്കണം. അൽഹംദുലില്ലാഹ്, നാദാപുരത്ത് വലിയ ബർക്കത്തുണ്ടായ പരിപാടിയാണ്. നാദാപുരത്ത് 2 ലക്ഷം രൂപയോളം സിറാജുലുക്ക് മാസത്തിൽ നേർച്ച കിട്ടലുണ്ടായിരുന്നു. വലിയ തൗഫീഖ് അല്ലാഹു തആല തന്നൊരു സ്ഥാപനമാണ്. 3000 രൂപ സുഖയിലേക്ക് നേർച്ചയാക്കി അല്ലാഹു സുഖപ്പെടുത്തട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ രോഗം അല്ലാഹു സുഖപ്പെടുത്തട്ടെ, ശരീരത്തിന്റെ രോഗം അല്ലാഹു സുഖപ്പെടുത്തട്ടെ. 3000 രൂപ ഇന്നലെ കൊടുത്തയച്ച് അഡ്രസ് വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ തുടങ്ങിയിട്ട് അവരെ കൂട്ടത്തിൽപ്പെട്ട് ഒരു നേർച്ചയാക്കുന്നു. ഇപ്പൊ 7 ലക്ഷം രൂപ മാസത്തിൽ നേർച്ചയെടുത്തുന്നുണ്ട്. നല്ല ബർക്കത്തുള്ള പരിപാടി. സിറാജുലുദയുടെ കീഴിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരുപാട് ബർക്കത്തുകളുണ്ട്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് ആ CD കേൾക്കാൻ എല്ലാവരോടും നിർദ്ദേശം നൽകുന്നു. ഈ ചോദിച്ച ആളോടും നിർദ്ദേശം നൽകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സാലിഹായവരായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ പള്ളി ഇതിനുവേണ്ടി അധ്വാനിച്ചവരുണ്ട്, ഇതിനുവേണ്ടി വിഷമിച്ചവരുണ്ട്, ഇതിനുവേണ്ടി പ്രയാസപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അതിനുവേണ്ടി വിഷമിച്ചവരുണ്ട്, ഇതിനുവേണ്ടി അറസ്റ്റ് വരിച്ചവരുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചവരുണ്ട്. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ വീട് നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്ത സന്തോഷത്തിലാണ് ഞങ്ങൾ. അതിന് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്കും ഇവിടെ അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാർക്കും അതിനെ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. നിന്റെ ഭവനമായ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർക്കും സഹായിച്ചവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ ഭവനം തരണം റഹ്മാനെ.